ടിവിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഞങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മളോടൊപ്പം ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ആനിയാണ്. ആസ്ട്രേലിയയിൽ നിന്നും ആ പ്രിയ കർത്താവിന്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തൊക്കെയുണ്ട് സിസ്റ്ററെ അവിടെ വിശേഷങ്ങള്? ദൈവത്തിന്റെ കൃപയാല് സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. കർത്താവ് നടത്തുന്നു. ആമേൻ, ആമേൻ. ഓക്കെ സിസ്റ്ററെ, പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡ്, കുഞ്ഞുങ്ങളെ, അങ്ങനെ റിലേറ്റീവ്സ്, അങ്ങനെ എവിടെയായിരിക്കുന്നു? എല്ലാം ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയ്സ് ടിവിയിൽ കടന്നു വന്ന് കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ, അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് സിസ്റ്റർ പറഞ്ഞതുപോലെ ആനി അലക്സ് മാത്യു. ഞാൻ സിഡ്നിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് ഇവിടെ ഹസ്ബൻഡ്, 2 മക്കളുണ്ട്, ഒരു മോളും ഒരു മോനും. അവര് മോള് ജോലി ചെയ്യുന്നു, മോന് ഒരു വോളിബോൾ പ്ലെയർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഞങ്ങൾ ദൈവത്തിന്റെ കൃപയാല് സന്തോഷമായിട്ടും കർത്താവ് ഞങ്ങളെ നടത്തുന്നു. അത് തന്നെ, സ്തോത്രം. നമുക്ക് സിസ്റ്ററിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ പങ്കുവെക്കുന്നതിന് മുന്നമേ തന്നെ 1 മിനിറ്റ് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സുഖാവേ, ആനിയലക്സുമായി ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. കർത്താവിന്റെ ദാസി കടന്നുപോയ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നത് അതിനേകർക്ക് വിടുതലും ആശ്വാസവുമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, ആമേൻ, ആമേൻ. സ്തോത്രം. പ്രിയ ദേവദാസി, ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്താൽ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ പറയുവാൻ എൻ്റെ കർത്താവ് തന്ന ഒരവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരവസരം കൂടെ കർത്താവ് തന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ പറഞ്ഞാലും തീരുകയില്ല. ആമേൻ. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഹല്ലേലൂയ ഒരു CSI കുടുംബത്തിലാണ്. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് അടിയനെ സഹായിച്ചു. സ്തോത്രം. എൻ്റെ വീട് നാട്ടില് പത്തനാപുരമാണ്, പത്തനംതിട്ട ജില്ലയിലെ പത്തനാപുരം. ആമേൻ. എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ സ്തോത്രം, എൻ്റെ വല്യപ്പച്ചൻ എന്ന് പറയുന്നത് CSI കുടുംബമായിരുന്നാലും 84-ാമത്തെ വയസ്സിലും ആമേൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വല്യപ്പച്ചൻ എനിക്കുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ പിതാവിനെ കുറിച്ച് പറയുകയാണ്, എൻ്റെ ഓർമ്മ, ഞങ്ങളുടെ കുഞ്ഞു സ്ഥാനം, ഞങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ പിതാവ് ഹല്ലേലൂയ ജലത്തിൽ കർത്താവിനെ സ്നാനം സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഞങ്ങളുടെ വീട് ഒരു പൊക്കത്തിലുള്ള ഒരു സ്ഥലത്തായി നിൽക്കുന്നത്. അവിടെ പ്രഭാതത്തിലും വൈകുന്നേരവും ഒക്കെ കോളാമ്പി മൈക്കുകൊണ്ട് നിന്നിട്ട് വിളിച്ചിങ്ങനെ പറയും, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരുവെന്നുള്ള ആ സുവിശേഷം അനേകരോട് വിളിച്ചു പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ തുടങ്ങി ഞാൻ കേൾക്കുന്നതാണ്. സ്തോത്രം. എൻ്റെ പിതാവിന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. സ്തോത്രം. അതുപോലെ തന്നെ ഞാനിങ്ങനെ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ ഇങ്ങനെ പറയും, ആമേൻ, എൻ്റെ പിതാവ് ഹല്ലേലൂയ, അന്ന് എൻ്റെ പിതാവിന് പൈസയുണ്ട്, എന്നാലും അനേക ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ട് ജീപ്പ് വിളിച്ചിട്ട് അനേക ഇടങ്ങളിൽ കടന്നുപോയി പരസ്യ ശുശ്രൂഷ ചെയ്യുവാനും അനേക ഇടങ്ങളിൽ തെരുക്കളിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പറയുവാനും ദൈവം എൻ്റെ പിതാവിനെ എടുത്തുപയോഗിച്ചിട്ടുണ്ട്. അനേകരുടെ പ്രസംഗം ഏറ്റുപറയുന്നതായിട്ടും ആമേൻ എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻ്റെ മാതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവ് എനിക്കുള്ളതാണ്. സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത്. സ്തോത്രം. ഹാലിൽ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 79 വയസ്സായി.
ഹാലിൽ അമ്മ കർത്താവിന്റെ കൃപയാല് ആരോഗ്യത്തോടെ ബലത്തോടെ പത്തനാപുരത്തുണ്ട്. സ്തോത്രം. ഹാലലുയ. എൻ്റെ മാതാവ് എന്ന് പറയുന്നത് സ്തോത്രം അമ്മ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെ ഒരു പര്യായമാണ്. സ്തോത്രം. അമ്മയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് ഞങ്ങള് ഹാലിലെ പ്രഭാതത്തില് എഴുന്നേറ്റ് വരുന്നത്. അതാണ് ഞങ്ങളുടെ ജീവിതത്തിന് വലിയ വിടുതലും ഞങ്ങളെ ഇത്രമാത്രം കർത്താവ് ഉയർത്തുവാനും കാരണമായി തീർന്നത് എൻ്റെ മാതാവിന്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം. എൻ്റെ മാതാവിനെ കർത്താവ് ഇത്രത്തോളം ഉയർത്തി സഹായിച്ചു, അനുഗ്രഹിച്ചു. ആരോഗ്യത്തോടെ ബലത്തോടായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ചെറുപ്രായം എന്ന് പറയുന്നത് സ്തോത്രം ഹാലിലെ ഞാൻ സ്കൂളിലെ കോളേജിലൊക്കെ പത്തനാപുരത്താണ് പഠിച്ചത്. എന്നാൽ ഹാലിലുയ അത് കഴിഞ്ഞ് ഞാൻ നേഴ്സിങ്ങിന് വേണ്ടി ഹാലിലെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ പഠിക്കുവാനിടയായി തീർന്നു. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് 3 പ്രാവശ്യം ഹാലിലുയ ജോണ്ടിസ് വന്നു. ആ 3 പ്രാവശ്യവും കർത്താവിനെ അതിശയകരമായി അതിൽ നിന്ന് വിടുവിച്ചു. സ്തോത്രം. ഹാലലുയ. പിന്നെ ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 6 മക്കളാണ്. എനിക്ക് 2 ബ്രദേഴ്സും 4 സിസ്റ്റേഴ്സും ഉണ്ട്. ഞങ്ങൾ 6 പേര്. ഞങ്ങൾ സൺഡേ സ്കൂളിൽ ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. സ്തോത്രം. ഹാലില. സൺഡേ സ്കൂളിന്റെ ക്വിസ് മത്സരം വരുമ്പോഴും പാട്ടിന്, പ്രസംഗത്തിന്, വാക്യ മത്സരത്തിന്, ഇതിനെല്ലാം ബൈബിൾ റെഫറൻസ് ഇതെല്ലാം ഞങ്ങൾ ഫസ്റ്റ് നിന്നു. എന്നാൽ ഹാലലുയ കർത്താവിന്റെ കൽപ്പന അതുപോലെ അനുസരിക്കുവാൻ അന്ന് ഞങ്ങൾക്ക് ഹാലലുയ കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഹാലലുയ കർത്താവ് അതിനൊരു അവസരം ഒരുക്കി തരുവാൻ ഇടയായി തീർന്നു. ആ സംഭവത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് പറയാം. സ്തോത്രം. ഹാലലുയ. 2004 ഞാൻ അനേക വർഷങ്ങൾ ഞാൻ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. 2 വർഷം ഞാൻ ബോംബെയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സൗദി അറേബ്യയിൽ 8 വർഷത്തോളം ജോലി ചെയ്യുവാനിടയായി തീർന്നു. അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു. കുടുംബജീവിതം 3 പേരും പലരും പലയിടത്തായി പോയി. അച്ചാച്ചൻ ഒരിടത്ത്, കുഞ്ഞുങ്ങൾ 2 പേര് 2 ഇടത്ത്. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ പോയിട്ട് കുടുംബജീവിതം എങ്ങനെയെങ്കിലും തുടങ്ങണമല്ലോ എന്നുള്ള ആഗ്രഹത്തില് സ്തോത്രം ഹാലില് UK പോകുവാൻ വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഞാൻ ഡൽഹിയിൽ കടന്നു പോകാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹാലില് അവിടെ കടന്നുപോയതാണ് എൻ്റെ ജീവിതത്തിന്റെ ഹാലിൽ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സ്തോത്രം. അവിടെ ഞങ്ങൾ കടന്നു ചെന്നു. എൻ്റെ കസിൻ അവിടെയുണ്ട്. അവരുടെ വീട്ടിൽ താമസിച്ചു. എന്നാൽ ഈ ഇന്റർവ്യൂവിന്റെ സ്ഥലം വരുന്നത് ഹാലിൽ വേറെ ഒരു സ്ഥലത്താണ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ഞങ്ങൾ തലേദിവസം രാത്രി കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പെന്തക്കോസ് കൺവെൻഷൻ നടക്കുകയാണ്. അങ്ങനെ ആ ബ്രദർ പെന്തക്കോസിലാണ്. അവർ ഞങ്ങളെ വിളിക്കുവാനിടയായി തീർന്നു. എന്നാലും എൻ്റെ അച്ചാച്ചൻ പറഞ്ഞു ഫയലൊക്കെ അടുക്കി വെക്കണമല്ലോ, ഇന്നിനി പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്റർവ്യൂവിന് പോവല്ലേ, എന്നാൽ നമുക്ക് കടന്നുപോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കടന്നുപോയി. ആ കടന്നുപോയി ഞാൻ ആലിലെ കൺവെൻഷൻ നടക്കുന്നതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ഹാലലുയ ദൈവം എൻ്റെ മുൻപില് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. കർത്താവ് ഒരു ദർശനം എന്നെ കാണിച്ചത്. ആ ദർശനം എന്ന് പറഞ്ഞത് സ്തോത്രം പറയുന്നത് എൻ്റെ മരണം വരെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആ തേജസ്സേറിയ കർത്താവിന്റെ മുഖം എൻ്റെ മുൻപിൽ വന്ന് നിന്നപ്പോൾ സ്തോത്രം ഞാൻ ഹാലിലെ സകലതും മറന്നിട്ട് എന്നെ തന്നെ ദൈവസന്നിധി ഞാൻ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹാലലുയ. അതാണ് എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഹാലിലെ കൺവെൻഷന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഓൾട്ടർ കോൾ വിളിച്ചപ്പോൾ ആര് സ്നാനപ്പെടുവാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം മറന്നിട്ട് ഞാൻ അന്ന് ഹാലലുയ ഞാൻ സകല ആഭരണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. എന്നാൽ ഈ സ്നാനപ്പെടുമ്പോൾ ഇത് ഊരണമോ ഊരണ്ടായോ, ഇതൊക്കെ പല ക്വസ്റ്റ്യനാ. അന്നേരം ഞാൻ ഒന്നും ചിന്തിക്കാതെ കർത്താവിന്റെ സന്നിധി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിട്ട് ഞാൻ സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്ത് അവിടെ എഴുന്നേറ്റ് നിൽക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഞാൻ പുറകോട്ട് നോക്കിയില്ല, മുൻപോട്ട് നോക്കിയില്ല. കർത്താവ് എന്നെ എങ്ങനെ നടത്തുന്നു അതുപോലായി തീരുവാൻ തക്കവണ്ണം എന്നെ സമർപ്പിച്ചു. ആ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ ആ ബ്രദർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നാളെ രാവിലെ ഇന്റർവ്യൂവിന് പോവല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ മുന്നേ കടന്നു ചെന്നപ്പോൾ ആ പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രവചനം പറയുവാൻ ഇടയായി തീർന്നു. പറഞ്ഞത് ഇങ്ങനെയാണ്, ഇനി UK പോകും. അങ്ങനെയാണ് പറഞ്ഞത്. അന്നേരം ഞാൻ അത് ഏറ്റെടുത്തു. ഞാൻ പോയി വീട്ടിൽ കടന്നു ചെന്നു. ആ പാസ്റ്റർ അവരുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അനേക കാര്യങ്ങൾ തർക്കിക്കുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ് പെന്തക്കോസുകാർ ആഭരണം ഊരിയേക്കുന്നത്, ബൈബിളിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് തർക്കിച്ചു. എന്നാൽ കർത്താവിന്റെ സന്നിധി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരുന്നത് കൊണ്ട് ദൈവം സകലത്തിൽ നിന്നും കർത്താവ് എന്നെ അനുഗ്രഹിക്കുവാൻ വിടുവിക്കുവാൻ ഇടയായി തീർന്നു. പിറ്റേ ദിവസം പ്രഭാതത്തില് ഞങ്ങൾ ഇന്റർവ്യൂവിന് കടന്നുപോയി. ഇന്റർവ്യൂവിന് കടന്നുപോയതിനെ കുറിച്ച് പറയുമ്പോൾ
UK ഇന്റർവ്യൂവിന് വേണ്ടി ലക്ഷം പിള്ളേര് ആ 7-സ്റ്റാർ ഹോട്ടലിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇടിച്ചു കയറി എക്സാം എഴുതണം. റിട്ടേൺ ഇന്റർവ്യൂ കഴിഞ്ഞ് അതിന് പാസ്സാകുന്നവരെ മാത്രമേ അവര് ഓറൽ ഇന്റർവ്യൂവിന് വിളിക്കുകയുള്ളൂ. ദൈവത്തിന്റെ കൃപയാൽ അതിൽ ഇടിച്ചു കയറി ഒരു പരീക്ഷ എഴുതുവാൻ തക്കവണ്ണം ദൈവം എനിക്കൊരു അവസരം തന്നു. ദൈവത്തിന്റെ കൃപയാൽ അതിനകത്ത് കയറി എഴുതി. എന്നാൽ ഹല്ലേലൂയ, ഞാൻ പല ബാച്ചുകളായിട്ടാണ് എഴുതുന്നത്. അന്നേരം കുറച്ച് കഴിയുമ്പോൾ അവർ അതിന്റെ റിസൾട്ട് പറയുവാനിടയായി തീരും. അങ്ങനെ റിസൾട്ട് പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50-ലാണോ 30-ലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, 26 മാർക്കുള്ളവർക്ക് മാത്രമേ അവര് ഓറൽ ഇന്റർവ്യൂവിന് വിളിക്കുകയുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് 19 മാർക്കേ കിട്ടിയുള്ളൂ. ഞാൻ അവിടെ തോറ്റുപോകാൻ ഇടയായി തീർന്നു. അന്നേരം ഈ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി, ഒരു പഞ്ചാബി ലേഡിയാണ് ഞങ്ങളെ നോക്കുന്നത്. അവരുടെ സ്വഭാവം പറഞ്ഞ പുലി പോലെയുള്ള ഒരു സ്വഭാവമുള്ളവരാണ്. അവര് പറഞ്ഞു, ഇന്ന് തോറ്റ ഒരു വ്യക്തികൾ പോലും നാളെ ഇവിടെ ഇന്റർവ്യൂവിന് വരാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ തോറ്റു, നിങ്ങൾ ഇനി പൊക്കോളുക. അതാണ് അവരുടെ ആൻസർ പറയുന്നത്. നമുക്ക് വേറെ യാതൊരു ചാൻസും ഇല്ല. അന്നേരം ഞാൻ അവിടെ 2-3 പിള്ളേരെ പരിചയപ്പെട്ടു. അവരോട് ഞാൻ പറഞ്ഞു, നമ്മൾ ഏതായാലും തോറ്റുപോയി. അതിൽ നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മളുടെ പാസ്പോർട്ട് സൈസ് 2-3 ഫോട്ടോ അതിൽ ക്ലിപ്പ് ചെയ്താ കൊടുക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ ഇനി എന്തിനാ കളയണേ, ഏതായാലും തോറ്റുപോയി, ഇനി മുന്നോട്ട് ഒരു ഇതുമില്ല, പോകാനുള്ള ചാൻസ് മുഴുവൻ അടഞ്ഞുപോയി. അന്നേരം ആ ഫോട്ടോയെ വലിച്ചു കീറി ഞാൻ എൻ്റെ പേഴ്സിലിട്ടുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി. അങ്ങനെ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ പല ക്വസ്റ്റ്യൻസ് വന്നു. എന്തുകൊണ്ടാണ് കർത്താവെ, നീ ഇന്നലെ പറഞ്ഞു ആനി UK പോകുമെന്ന് പ്രവചനം പറഞ്ഞു ഒരു പാസ്റ്റർമാര് കള്ളം പറയുമോ? ഇല്ല. കർത്താവെ, ഞാൻ എന്തുകൊണ്ടാ തോറ്റുപോയത്? ഇങ്ങനെ എനിക്ക് പല ക്വസ്റ്റ്യൻസ് എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് എന്തെന്നറിയാത്ത നിരാശ വന്നു. പല ക്വസ്റ്റ്യൻ വന്നു. ഞാൻ വിശ്വസിക്കുന്ന ദൈവം, എനിക്ക് ഒന്നറിയാം, കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറത്തില്ലെന്ന് ഞാൻ അറിയുന്ന ദൈവമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത്? ഇങ്ങനെ പോയി എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, UK സകല പ്രതീക്ഷയും പോയി, ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് തോറ്റ രാത്രിയിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു. UK എന്നെ ദൈവം വിട്ടാലും വിട്ടില്ലേലും, ഞാൻ പോയാലും പോയില്ലെങ്കിലും, ഞാൻ കർത്താവിന്റെ സന്നിധിയിലെടുത്ത തീരുമാനമാണ്, ഞാൻ സ്നാനപ്പെടും, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും. ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറിയില്ല. പിറ്റേ ദിവസം ഞങ്ങള് ഏതായാലും ഡൽഹിയിൽ വന്നു. അങ്ങനെ ഡൽഹി ടൂറിന് പോകാമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും വേറൊരു സഹോദരനും കൂടെ ഒരു വണ്ടി എടുത്തോണ്ട് ഇങ്ങനെ ഡൽഹി ടൂറിന് പോവാം. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ഫയൽ എടുത്ത് ആ വണ്ടിയുടെ പുറകിലിട്ടു. ഇങ്ങനെ ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിനകത്ത് നിൽക്കുമ്പോൾ എൻ്റെ ചേച്ചി, എൻ്റെ മൂത്ത ചേച്ചി UK വർക്ക് ചെയ്യുന്നത്. ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ തിരിച്ച് ആ ഇന്റർവ്യൂ നടന്നിടത്ത് പോകണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര പേടിയുള്ള ആളെന്ന് പറഞ്ഞാൽ ഒരാൾ പോകല്ലേ ഒരാൾ വരല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അവിടോട്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല, എനിക്ക് പേടിയാ. ആ ഒരു പുലി പോലുള്ള ഒരു ലേഡി അവിടെ ഉള്ള, അവരെന്നെ കണ്ടാൽ എനിക്കറിയത്തില്ല, എന്തോ സംഭവിക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുത്തബ് മീനാറിന്റെ അവിടെ വന്നപ്പോൾ ഈ ചേച്ചി എന്നെ പിന്നെയും വിളിക്കുക. നിന്നോട് പറഞ്ഞു, നീ പോകണോ, അവിടെ പോയേ പറ്റുള്ളൂ ഇങ്ങനെ പറഞ്ഞ്. അന്നേരം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, എന്നെ അവിടെ നിന്ന് കൊണ്ടുവിടാം, എനിക്കറിയത്തില്ലല്ലോ, ഡൽഹി എവിടാന്നും അറിയത്തില്ല, ഇതെവിടാന്നും അറിയത്തില്ല. അന്നേരം അവരെന്നോട് പറഞ്ഞു, തോറ്റ നിന്നെ എന്തിനാ അവിടെ ഇനി കൊണ്ടുവിടുന്നേ? അവർ കൊണ്ടുവിടത്തില്ല. ഇത് കഴിഞ്ഞ് ഇച്ചിരൂടെ പിന്നെ വേറെ ഒരു സ്ഥലത്തോട്ട് പോയപ്പോൾ ചേച്ചി പിന്നെയും വിളിക്കുക എന്നോട്. ഞാൻ എന്നിട്ട് അവസാനം വഴക്കുണ്ടാക്കി, ചേച്ചി വിളിക്കരുതെന്ന് പറഞ്ഞല്ലേ, എന്നെ എന്തിനാ ഇനി വിളിക്കണേ, ഞാൻ തോറ്റുപോയതല്ലേ, ഇങ്ങനെ പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവനോട് പിന്നെയും പറഞ്ഞു, എന്നെ ഒന്ന് കൊണ്ടുവിടാമോ? എന്തായാലും എൻ്റെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഇവരെന്നെ പറഞ്ഞു, നീ തന്നെ പൊക്കോണം, അവിടെ കൊണ്ടുവിടും. അങ്ങനെ അവിടെ എന്നെ കൊണ്ടുവിട്ടു. എന്നിട്ട് ഞാൻ കൊണ്ടുചെന്ന് അവിടെ വിട്ടതല്ല സിസ്റ്ററെ, അവിടെ നിന്ന് ഒരു മനുഷ്യര് പോലുമില്ല. തലേദിവസം ഇന്റർവ്യൂവിന് ലക്ഷങ്ങൾ അവിടെ വന്നിട്ട് ഇന്ന് ഒരു മനുഷ്യർ പോലും. അന്നേരം അവസാനം ഞാൻ ഒരു സെക്യൂരിറ്റിയെ കണ്ടിട്ട് ഞാൻ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ചോദിച്ചു, ഇവിടെയല്ലേ ഇന്നലെ ഇന്റർവ്യൂ നടന്നേ? അന്നേരം എന്നോട് പറയാ, ഇന്നലെ വിളിച്ച് വന്നവരാരും ഇനി ഇവിടെ വരരുതെന്ന് പറഞ്ഞ അവർ പുറകിൽ വെച്ചേക്കുവാണ്. ആ വലിയ ഹോട്ടലിന്റെ പുറകു ചുറ്റി ഞാൻ അവിടെ ചെന്നപ്പം ലക്ഷം പിള്ളേർ അവിടെ ഉണ്ട്.
അവിടെ ഞാൻ ഒരു വാതിലിന്റെ മുന്നേ പോയി നിന്നു ഞാൻ കുറെ നേരം, എനിക്ക് പേടിയാണ്, ശരിക്കും പറഞ്ഞ പേടിയുണ്ട്, മനസ്സിനകത്ത് പേടിയാ. അങ്ങനെ കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിനറിയാമോ, ഞാൻ ഇന്നലെ ആ കണ്ട പുലിയെന്ന് പറയുന്ന ആ ലേഡി ഇറങ്ങി വരുവാ. എന്റെ ദൈവം, എന്റെ മനസ്സിലുള്ള ഭയങ്കര പേടിയായിട്ട് എനിക്ക് മിണ്ടാൻ പോലും പറ്റാതായിപ്പോയി. എന്നാല് ഞാൻ പറയാം, അവരെന്നോട് ചോദിച്ചു നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ ഒരു കള്ളവും പറഞ്ഞില്ല. ഞാൻ ദൈവസന്നിധി പറയാം, കള്ളം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഇന്റർവ്യൂ ഇവിടെ അറ്റൻഡ് ചെയ്തതാ, ഞാൻ തോറ്റുപോയി. എന്നാൽ എൻ്റെ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, അവരെ എനിക്കൊന്ന് കാണണം ഇങ്ങനെ പറഞ്ഞു. അവരുടെ പേര് പറയാൻ ഇംഗ്ലീഷ് പേരാണ്, മാതാമ്മമാരുടെ പേര് പറയാൻ എനിക്കറിയില്ല. അതിന് ഞാൻ കയ്യിൽ എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സിസ്റ്റർ ഇവിടെ ഉണ്ട്, എനിക്ക് അവരെ ഒന്ന് കാണാമോ. അന്നേരം ഇവർ കയറിപ്പോയിട്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കും. അവര് കയറിപ്പോയി, പിന്നെ ഞാൻ അവിടെ നിൽക്കുക, ആരും വരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ ജീവിതത്തിൽ ഇതുപോലെ ആളെ കണ്ടിട്ടില്ല. സുന്ദരിയായ വലിയൊരു ലേഡി, ഒരു മദാമ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ വന്നേന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഉള്ള കാര്യം പറഞ്ഞു. എനിക്കറിയാവുന്ന ഇംഗ്ലീഷ്, സിസ്റ്റർ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ ആ അറിയാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു. എന്നിട്ട് അവരെന്നെ വിളിച്ച് അകത്ത് കയറ്റിയിരുത്തി. അകത്ത് കയറാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നു. അവിടെ ഇരിക്കുക. അവരന്നിട്ട് പോയി, അവര് പറഞ്ഞു ഞാൻ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇരുന്ന് കർത്താവെ, ഇരുന്ന് മടുത്തു. എന്നിട്ട് ഞാൻ മുഴുവൻ പ്രാർത്ഥിക്കുക, കർത്താവെ എനിക്ക് എന്തുവാ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഇവര് വന്നിട്ട് എന്നെ വിളിച്ചോണ്ട് പോയി, എന്നെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയി. 3 മദാമ്മമാരിരുന്ന് എന്നോട് 40-45 മിനിറ്റ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ കൃപയാല് ഞാൻ ഇന്നും എനിക്കറിയത്തില്ല, ഞാൻ ഇംഗ്ലീഷിലാണോ അവരോട് മറുപടി പറഞ്ഞത്, ഞാൻ മലയാളത്തിലാണോ മറുപടി പറഞ്ഞത്, അതോ അന്യഭാഷയിലാണോ മറുപടി പറഞ്ഞതെന്ന് ഇന്നും എനിക്കറിയത്തില്ല. കാരണം ഞാൻ മലയാളത്തിൽ നേഴ്സിംഗ് പഠിച്ച വ്യക്തിയാണ്, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല. ഞാൻ വേറാമൈ ടു ഗോ എന്ന് ചോദിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, ആ ഇന്റർവ്യൂ ഫിനിഷ് ചെയ്തപ്പോൾ അവരെന്നോട് പറയാണ്, ഞാൻ രാവിലെ 7 o'clock തുടങ്ങി ഞാൻ ഇവിടെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ്, യു ആർ ദ നമ്പർ 1 സെലക്ടഡ് എന്ന്. അന്ന് എനിക്ക് മനസ്സിലായി, സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ ദൈവം വാക്കു പറഞ്ഞ മാറാത്ത ദൈവമാണ്. ദൈവം തലേ ദിവസം പറഞ്ഞു ആനി UK പോകുമെന്ന് പറഞ്ഞെങ്കിൽ അടഞ്ഞുപോയ വഴികളെ തുറന്നിട്ട്, സ്തോത്രം, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം എനിക്കത് ചെയ്തു തന്നു. സ്തോത്രം, ഹല്ലേലൂയ. അന്ന് വൈകുന്നേരം ആമേൻ, ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് എന്നോട് അവര് പറയാണ്, നീ പോകുന്ന ഹോസ്പിറ്റൽ ഇതാണ്. എൻ്റെ യൂണിഫോമിന്റെ അളവ് വരെ തന്ന് ഒരു യെല്ലോ ഫയലിൽ സകല പേപ്പറും തന്ന് എന്നോട് ഇവര് ചോദിക്കുകയാണ്, നിന്റെ കൂടെ ആരാ വന്നേ? അന്നേരം എൻ്റെ ഹസ്ബൻഡും ആ കൂട്ടുകാരനും ഒരു റോഡിൽ ഒരു കെർബെ കയറി ഇരിക്കുക. കുറെ നേരമായില്ല ഇവരിയ്ക്കുക. ഞാൻ ഈ യെല്ലോ ഫയലും പിടിച്ചോണ്ട് ഇവരുടെ അരികെ ചെന്നിട്ട് ഞാൻ അച്ചാച്ചനോട് പറയാ, അച്ചാച്ച എനിക്ക് സെലക്ഷനായി, എനിക്ക് കിട്ടി അച്ചാച്ച എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഇവർക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാന്ന് വെച്ചാൽ ഹല്ലേലൂയ, ഞാൻ തോറ്റുപോയ എന്നെ എങ്ങനെ ദൈവം സെലക്ഷൻ ആക്കി. സ്തോത്രം, എൻ്റെ ദൈവത്തിന്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. സ്തോത്രം, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, എൻ്റെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണം. അനേക ജാതികളുടെ മുമ്പിൽ കർത്താവ് ഒരു പാസിലൂടെ പ്രവചനം പറഞ്ഞെങ്കിൽ അതിന്റെ നിവർത്തി ദൈവം അന്ന് തരുവാനിടയായി തീർന്നു. അതുകൊണ്ട് സ്തോത്രം, അന്ന് എനിക്ക് കിട്ടിയ വിശ്വാസം ഇന്നയോളം എന്നെ ഈ മരുഭൂമി യാത്രയിൽ ഏതെല്ലാം പ്രതികൂലത്തിന്റെ നടുവിലും പ്രശ്നത്തിന്റെ നടുവിലും പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് ബലം തരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ കൃപയാലെ 2005 മാർച്ച് മാസം ഞാൻ ഹല്ലേലൂയ UK കടന്നുപോയി. UK കടന്നു പോകുന്നതിന് മുമ്പേ സ്തോത്രം, ജാനുവരി മാസം 30 എൻ്റെ കർത്താവിനെ സ്തോത്രം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുഴുവൻ സ്നാനം എടുക്കുവാൻ ദൈവം എനിക്ക് കൃപ തരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, ദൈവം വാക്ക് പറഞ്ഞ മാറുന്ന ദൈവമല്ല. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ ഒരിക്കലും മാറിപ്പോകുന്ന ദൈവമല്ല. സ്തോത്രം. അങ്ങനെ
2005 ഞാൻ UK കടന്നുപോയി. അവിടെ കർത്താവ് എനിക്കൊരു ആരാധന തുറന്നു തന്നു. അവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയാൽ 4.5 വർഷക്കാലം അവിടെ ജീവിക്കുവാൻ, ജോലി ചെയ്യുവാൻ, എൻ്റെ കുടുംബവുമായിട്ട് അവിടെ കഴിയുവാനൊക്കെ കർത്താവ് എനിക്ക് കൃപ തരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, ഞാൻ പറയട്ടെ, സ്തോത്രം, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ എൻ്റെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നുകൊണ്ട് അനേകരോട് ഈ സത്യസുവിശേഷം വിളിച്ചു പറയുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. സ്തോത്രം. ഞാൻ ബസ്സിൽ കയറുമ്പോൾ മുന്നോട്ട് തിരിഞ്ഞിരുന്ന് ഞാൻ പറയും, പുറകോട്ട് തിരിഞ്ഞിരുന്ന് ഞാൻ പറയും, ഇതാണ് സത്യം, ഇതാണ് ഹല്ലേലൂയ കർത്താവിന്റെ വഴിയെന്ന് അനേകരോട് പറയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഹല്ലേലൂയ, ഒരു ദിവസം ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ ബസ്സിന് പോകണം. അന്നേരം ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഒരു ലേഡിയെ കണ്ടിട്ട് ആ ലേഡിയോട് ഇങ്ങനെ ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങൾ അന്ന് ചെറുതാണ്. സ്തോത്രം. ഹല്ലേലൂയ, കുഞ്ഞു പിള്ളേരാണ്. അന്ന് മോൾ എന്നോട് ചോദിച്ചു, മമ്മി എന്തിനാ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ നിന്ന് ഇവരോടൊക്കെ സുവിശേഷം പറയുന്നേ, ഇങ്ങനെ ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, മോനെ, നമ്മളെ കർത്താവ് വിടുവിച്ചെങ്കിൽ നാം അനേകരോട് ഈ സത്യസുവിശേഷം വിളിച്ചു പറയുന്നവരായി തീരണം. സ്തോത്രം. അങ്ങനെ അനേകരോട് പറയുവാനുള്ള ദൈവകൃപ കർത്താവ് എൻ്റെ മേലെ പകരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അവിടെ ആയിരുന്നപ്പോൾ 2006 ഹല്ലേലൂയ 2006 അവസാന നാളുകളിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു വിടുതലിനെ കുറിച്ച് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒരു ദിവസം ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ, എൻ്റെ ജോലി സ്ഥലം അടുത്താണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, അങ്ങനെയാണ് താമസിക്കുന്നത്. രാവിലെ ഇറങ്ങി ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഈ ഫുട്പാത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുകയാണ് എൻ്റെ കാല് താഴോട്ട് പോകുന്ന കൂട്ട് എനിക്ക് തോന്നുക. എനിക്ക് എന്തുവാ പറ്റുന്നതെന്ന് എനിക്ക് അറിയണില്ല. ഞാൻ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ കുഴിയിലോട്ട് പോകുന്നു എന്നുള്ള ഒരു ചിന്ത പോലെ എനിക്ക് വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ ചിന്തിച്ചു, എന്താ കർത്താവേ എനിക്ക് പറ്റുന്നത്, എനിക്ക് അറിയണില്ല. അങ്ങനെ പറ്റിയപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ലയോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അന്നേരം ഞാൻ ഒരു കണ്ണടച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ലെഫ്റ്റ് കണ്ണിന്, സ്തോത്രം, ഇങ്ങനെ ആ ഒരു ബ്ലാക്ക് സ്പോട്ട് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പൂർണ്ണമായി അന്ധയായിപ്പോയി, കാണാൻ പറ്റുന്നില്ല. അന്നേരം ഞാൻ പതിയെ നടന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറണമല്ലോ, അവിടെ ചെന്നപ്പോഴത്തേന് എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. അത് എനിക്ക് മനസ്സിലായത് ആ നടന്നപ്പോഴാണ്. അന്നേരം ഞങ്ങളുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ വലിയ ഹോസ്പിറ്റലാണ്, എന്നാൽ ഐയുടെ ഹോസ്പിറ്റൽ വേറെയാണ്. എന്നെ അവർ പെട്ടെന്ന് എമർജൻസിയിലേക്ക് ഐയിലേക്ക് വിടാൻ ഇടയായി തീർന്നു. അവിടെ ചെന്നപ്പോൾ അനേക ടെസ്റ്റുകൾ ചെയ്തു, ഡയലേറ്റ് ചെയ്ത് നോക്കി, സ്കാൻ ചെയ്തു, എല്ലാം ചെയ്തു. എന്നിട്ട് ഈ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, ഒരു വലിയ ഡയഗ്നോസിസ് എനിക്ക് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് ആ ഡയഗ്നോസ് പറയാൻ അറിയത്തില്ല, എൻ്റെ ഡയറി ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ജനമേ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ. എന്നിട്ട് പല ദിവസങ്ങളിൽ കടന്നു എന്ന് കണ്ണ് ഡയലേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് പിന്നെയും ചെയ്യാണ്. അന്നേരം പോകുമ്പോഴൊക്കെ ബസ്സിന് പോകണം. ബസ്സിന് പോയിട്ട് കണ്ണ് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ബസ്സിന് കയറി വരണമെങ്കിൽ കണ്ണ് കാണത്തില്ല. അന്നേരം ബസ്സിന്റെ നമ്പർ ഒന്നും വായിക്കാൻ അറിയത്തില്ല. അന്നേരം എൻ്റെ കുഞ്ഞാണ് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അവൾ എൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ ബസ്സിന്റെ നമ്പർ പറഞ്ഞ് അങ്ങനെ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. അന്നേരം സഭ പ്രാർത്ഥിക്കുന്നു, അനേകര് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ ഡോക്ടർമാർ പറഞ്ഞത് എന്താണെന്നറിയാമോ, നമ്മൾ ലേസർ സർജറി ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് വിടുതലുള്ളൂ. അങ്ങനെ ലേസർ സർജറിയുടെ ട്രീറ്റ്മെന്റിന് കിട്ടണമെങ്കിൽ അനേക നാളുകൾ നോക്കിയിരിക്കണം. അങ്ങനെ ദൈവസഭ പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാല് ആമേൻ. ഞാൻ പറയട്ടെ, സ്തോത്രം, എൻ്റെ ദൈവം എൻ്റെ കണ്ണിന് പൂർണ്ണമായ കാഴ്ച തിരിച്ചു തരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അത് ഞാൻ പറയും, ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ്. ഞാൻ എൻ്റെ ഫയലിനകത്ത് ആ സ്കാനിന്റെ റിപ്പോർട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ എടുത്തു നോക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ കണ്ണിന്റെ റെറ്റിനയുടെ പുറകില് ഒരു ബ്ലാക്ക് സാധനമാണ്. എന്തുവാണെന്ന് എനിക്കറിയില്ല. എന്നാൽ എൻ്റെ ദൈവം ഇന്നയോളം, സ്തോത്രം, ഹല്ലേലൂയ, ഒരു കുഴപ്പവും കൂടാതെ എന്നെ കാത്തു പരിപാലിക്കുവാൻ ഇടയായി തീർന്നു. ആ ലേസർ ട്രീറ്റ്മെന്റിന്റെ ഒരു സൈനിട്ട് കൊടുക്കുവാനുള്ള ഒരു പേപ്പർ പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നപ്പോൾ എൻ്റെ കണ്ണിന്റെ പ്രശ്നമൊക്കെ മാറി. അത് കഴിഞ്ഞ ഇവര് ട്രീറ്റ്മെന്റിന്റെ പേപ്പർ പോലും വിടുന്നത്
ആമേൻ. കർത്താവ് എത്ര വിശ്വസ്തനാണ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവത്തിനോട് കൂടെ നാം നടക്കുവാൻ ഇടയായി തീർന്നാല് ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയുടെ സാഹചര്യത്തിലും കർത്താവ് നമ്മെ സഹായിച്ച് അവൻ നമുക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്ത് നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. കർത്താവാണ് നമ്മുടെ സകലത്തിനും മതിയായ ഡോക്ടർ. ഈ ലോകത്തിലെ ഡോക്ടർമാരിൽ ആശ്രയിച്ചാൽ അത് വ്യർത്ഥമാണ്. എന്നാൽ കർത്താവിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് വിടുതൽ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം, നാളെ കർത്താവ് അതിന്റെ മേലെ പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. സ്തോത്രം. അതെന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വേറെ ഒരു കുഞ്ഞിന്റെ, എന്റെ മോന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു വിടുതലിനെ കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. 2007 ആമേൻ. ഹല്ലേലൂയ. എന്റെ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ആ മോന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ ഒരു ദിവസം എന്റെ കുഞ്ഞിനെ ഞാൻ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. അവന്റെ നോക്കിയപ്പോൾ അവന്റെ മുട്ടിന്റെ രണ്ട് പുറകിലും ഒരു ഹല്ലേലൂയ 2 സ്വെല്ലിങ് മുട്ടിന്റെ പുറകിലായിട്ട്. അന്നേരം അതൊരു ഇച്ചിരി വലുതാണ്. അന്നേരം ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയി ഹല്ലേലൂയ ഇങ്ങനെ GP കാണിക്കുവാനിടയായി. GP എന്നോട് പറഞ്ഞു, ഇത് അൺയൂഷ്വൽ ആണ്, പീഡിയാട്രീഷ്യനെ കാണിക്കണം. അന്നേരം കുഞ്ഞിന് വേദനയുണ്ട്. അന്നേരം ഇങ്ങനെ ഓരോ ദിവസവും കടന്നു പോകും, പീഡിയാട്രീഷ്യനെ കാണിക്കണമെങ്കിൽ കുറെ നാം വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വരുന്ന സമയത്ത് സ്തോത്രം ഞങ്ങൾക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നാട്ടിൽ വരേണ്ടതായിട്ട് അത്യാവശ്യം വന്നു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ വീട് റാന്നിയിലാണ്. അന്നേരം റാന്നി മർത്തോമ ഹോസ്പിറ്റലിൽ ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കാണിക്കാൻ കൊണ്ടുപോയി. ഒരു ദിവസം വൈകിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞാനും കുഞ്ഞും എൻ്റെ നാത്തൂനൂടെ പോയി. അവിടെ ചെന്ന് പീഡിയാട്രീഷ്യനെ കാണിച്ചപ്പം പീഡിയാട്രീഷ്യൻ പറഞ്ഞു, ഇത് ഓർത്തോപീഡിക് ഡോക്ടറിനെ കാണിക്കണം. ഓർത്തോപീഡിക് ഡോക്ടറിനെ അവർ തന്നെ നമുക്ക് റെഫറൽ തന്നു. അന്നേരം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണല്ലോ, അന്നേരം തന്നെ നമുക്ക് കാണുവാൻ ഇടയായി തീർന്നു. അന്നേരം കണ്ടപ്പോൾ ആ ഡോക്ടർക്ക് മനസ്സിലായി ഞാൻ UK വന്നേക്കുന്നതാണ്, ഇത്ര മാത്രമേ അവധിയുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി തന്നെ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ ഹസ്ബൻഡ് എൻ്റെ കൂടില്ല, എനിക്ക് പെർമിഷൻ ഇല്ലല്ലോ. അന്നേരം ഞാൻ ഡോക്ടറിന്റെ നമ്പർ ഇതാ, ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഡോക്ടറിനെ വിളിക്കാം, ഇപ്പൊ എനിക്ക് പെർമിഷൻ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോയപ്പോൾ എൻ്റെ നാത്തൂന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ, ഇതിപ്പോ ഓൾറെഡി ഒരു 7 മണിയൊക്കെ ആയി വൈകിട്ട്, എന്നിട്ട് ഞങ്ങൾ കാർ എടുത്തോണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ഒരു ഓർത്തോപീഡിക്കിന്റെ ഒരു സർജനെ വീട്ടിൽ പോയി കാണുവാൻ ഇടയായി തീർന്നു. വീട്ടിൽ 9:30 ആയി. ഞങ്ങള് പോയി 10 മണിയോളമായി ആ ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് തന്ന്. എന്നിട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, മോൻ ഇത്രയല്ല ഉള്ളു വയസ്സ്, നിങ്ങൾ ഒരു അടുത്ത 6 മാസം കൂടെ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ, ആ മനുഷ്യൻ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു, ആ മനുഷ്യൻ ഞങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ട് ഞങ്ങളെ വിട്ടു. ഇപ്പൊ ഒന്നും ചെയ്യണ്ട കുഞ്ഞിനെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ 21 ദിവസത്തേന് അവധിക്ക് പോയി. ഞങ്ങൾ തിരിച്ച് UK മടങ്ങിപ്പോവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ സഭയില് ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പം ഈ കുഞ്ഞാണേ, അന്നേരം ഞാൻ എന്തു പ്രാർത്ഥിച്ച് പറയുമ്പോഴും അവൻ എൻ്റെ കൂടെ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ മോനോട് പറയും, മോൻ പ്രാർത്ഥിക്കുക, അമ്മ പറയുന്ന കൂട്ട് പ്രാർത്ഥിക്കും എന്നൊക്കെ പറയുമ്പോൾ അവൻ അതുപോലെ തന്നെ പ്രാർത്ഥിക്കും. അന്നേരം ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും. അവസാനം ആർക്ക് പ്രാർത്ഥിക്കാനുണ്ട്, എന്തെങ്കിലും ആവശ്യമുള്ളവർ മുന്നോട്ട് വരാൻ പറയുമ്പോൾ ഞാൻ ഈ മോനെ എടുത്തോണ്ട് മുന്നേ പോയി നിന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഇടയാതെ എന്ന് തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞത് അത് മാറിപ്പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് വീട്ടിൽ പോയി നോക്കിയപ്പം സിസ്റ്ററെ ആ മുഴ രണ്ടും അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം ഉപവാസ പ്രാർത്ഥനയാണല്ലോ, ഉപവാസ പ്രാർത്ഥന പിറ്റേ ദിവസവും ഞാൻ പോയപ്പം ഞാൻ ആര് വിളിക്കുന്നു, വരാനുണ്ടോ, ആര് പ്രാർത്ഥിക്കാനുണ്ടോ, ഒരു നാണം കേടും കൂടാതെ ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് പിന്നെ മുന്നേ പോയി നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വീട്ടിൽ കടന്നുപോയി. അന്ന് ഞാന് കുഞ്ഞിനെ നോക്കിയില്ല. എന്തുകൊണ്ട് നോക്കിയോ, പ്രതികൂലമായിരുന്നു, പ്രശ്നമായിരുന്നോ, നാളെ പ്രഭാതത്തിൽ ജോലിക്ക് പോകണം, അതുകൊണ്ട് കാര്യമൊക്കെ നോക്കി ഞാൻ ഈ കാര്യമേ മറന്നുപോയി. എന്നിട്ട് ഞാൻ ജോലിക്ക് പോയി 2-3 ദിവസത്തിന് കുഞ്ഞിനെ ഞാനല്ല കുളിപ്പിച്ചത്, എനിക്ക് തോന്നുന്നു അച്ചാച്ചനെ കുളിപ്പിച്ചെന്ന് തോന്നുന്നു. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവനെ നോക്കുമ്പോൾ ആ 2 മുഴയും അവിടെ ഇല്ല, 2 സ്വെല്ലിങ്ങും അവിടെ ഇല്ല. ദൈവത്തിന്റെ കൃപയാല് ഒരു പീഡിയാട്രീഷ്യനെയും കാണിച്ചില്ല. പിന്നെ അന്നത്തെ അപ്പോയിന്റ്മെന്റ് ഇതുവരെയും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ ദൈവത്തിന്റെ കൃപയാൽ ഈ വർഷം 21 വയസ്സ് തികയുവാൻ ഇടയായി തീർന്നു. ആ ദൈവം വിടുവിച്ചു.
ആ ദൈവം അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹാലലൂയ. ദൈവം വിശ്വസ്തനാണ്, ദൈവം അത്ഭുത മന്ത്രിയാണ്, ദൈവം വീരനാം ദൈവമാണ്. ആര് പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നു, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവം അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയായി തീരും. ദൈവം വിടുവിക്കുന്ന ദൈവമാണ്, ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. സ്തോത്രം. ഹാലലൂയ. ആ കർത്താവ് ഇതുവരെയും നിർത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അതുപോലെ തന്നെ ഞങ്ങൾ UK-യിലായിരുന്നല്ലോ. ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയിൽ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രാവശ്യം ഒരു ദൈവദാസൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ കുടുംബമായിട്ട് വേറൊരു ദേശത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് UK-ന്ന് പോകണ്ട. എൻ്റെ ഒരു സിസ്റ്റർ 2007 ഇവിടെ വന്നു. അവരെന്നെ വിളിക്കുവാണ്, എന്നും വിളിക്കും, വരുന്നോ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ പോകത്തില്ല. ഞാൻ എല്ലാവരോടും പറയും, എനിക്ക് ഈ ദേശത്തു നിന്നൊന്നും എങ്ങും പോകണ്ട. കാരണം എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഒരു ആരാധനയുണ്ട്, എനിക്ക് ഒരു പ്രശ്നവുമില്ല, പ്രാർത്ഥിക്കാൻ കൂട്ടായ്മയുണ്ട്, എനിക്ക് സുവിശേഷം പറയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് വേറെ എങ്ങും പോകണ്ട. ആ ആത്മീയ സന്തോഷം എൻ്റെ ജീവിതത്തിൽ കിട്ടിയപ്പോൾ വേറെ എങ്ങോട്ടും പോകാൻ എനിക്ക് താല്പര്യമില്ല അവിടെ നിന്ന് വിട്ടിട്ട്. അതുകൊണ്ട് ഞാൻ 1% പോലും അവിടുന്ന് പോകാൻ തയ്യാറല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 2008 ഈ ഓസ്ട്രേലിയയുടെ ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലേക്ക്, ഈ സ്റ്റേറ്റിലേക്ക് ഒരു ഇന്റർവ്യൂവിന് ഇവിടെ ആള് വരുന്നുണ്ടെന്ന് പറയാനിടയായി തീർന്നു. അന്നേരം ഞങ്ങൾ 4 സഹോദരിമാരുണ്ട്. 4 പേര് UK-യിൽ നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുവാണ്. അന്നേരം ഒരാളിങ്ങ് പോന്നു, രണ്ടാമത്തെ ആൾ എന്നോട് പറഞ്ഞു, മാമേ നമുക്ക് ഒന്നിച്ചു വാ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടുന്ന് ഇനി അങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർ പറയുമ്പോൾ ഒരിക്കൽ ഞാൻ വഴക്കുണ്ടാക്കി, എന്നോട് ഇനി ചോദിക്കല്, ഞാൻ വരുന്നില്ല, വഴക്കുണ്ടാക്കണ്ടല്ലോ. അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം ഈ ഇന്റർവ്യൂവിന്റെ അവസാന ദിവസം 2008 ജാനുവരി 21 അന്ന് 5 മണിയാവുമ്പോൾ ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. അന്ന് രാവിലെ ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ നിൽക്കുമ്പോൾ, എൻ്റെ തിയേറ്ററിന്റെ അകത്ത് നിൽക്കുമ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. ശബ്ദം കേൾക്കുക, നീ എന്തുകൊണ്ടാ പോകാത്തെ? ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കുക. അന്നേരം ദൈവം എന്നോട് ചോദിക്കുക, നീ എന്തുകൊണ്ടാ പോകാത്തെ? അന്നേരം ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കിവിടെ എല്ലാം ഉണ്ട്, എനിക്ക് നല്ല ആരാധനയുണ്ട്, എനിക്ക് ഇവിടുന്ന് പോകണ്ട എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ. അന്നേരം ഈ ചോദ്യം കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്നതുകൊണ്ട് തന്നെ ഫോൺ എടുത്തിട്ട് ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ ലേഡിയെ വിളിക്കാൻ ഇടയായി തീർന്നു. ഇവിടെ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാരെ അവിടെ വിളിച്ചപ്പം അവരെന്നോട് പറഞ്ഞു, ഇന്ന് 5 മണിക്ക് മുന്നേ നിന്റെ ആപ്ലിക്കേഷൻ കിട്ടാമെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം. അങ്ങനെ പറഞ്ഞു. അന്നേരം ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് 5 മണിയല്ല, എനിക്ക് 5:30 വരെയാണ് ജോലിയുണ്ട്. എനിക്ക് 8 തുടങ്ങി 5:30 വരെയാ ജോലി. അന്നേരം ഞാൻ ചോദിച്ചു, ഞാൻ 5:30 ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ അപ്ലൈ ചെയ്യട്ടെ, ഞാൻ ഒന്ന് വിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരെനിക്ക് ഓക്കെ പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, അച്ചാച്ച ഇതൊന്ന് വിടാമോ അച്ചാച്ച എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാം, ഇത്രയും നാളും പോകണ്ടാതിരുന്ന ആള് ഈ 5 മണി സമയം തീർന്നു കഴിഞ്ഞപ്പോൾ എന്തിനാ എന്നോട് പറയുന്നത്, വേണമെങ്കിൽ തന്നെ അങ്ങ് വിട്ടോളാം. അങ്ങനെ പറഞ്ഞു. ഇത് കമ്പ്യൂട്ടറിൽ കൂടെ വിടുന്നത് എനിക്ക് എങ്ങനെയാന്ന് പോലും അറിയില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ വിട്ടു അത് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്നേരം അത് കഴിയുമ്പോൾ നമ്മളെ ടെലിഫോൺ ഇന്റർവ്യൂ വിളിക്കും. ഈ ടെലിഫോൺ ഇന്റർവ്യൂ വിളിച്ചിട്ട് ടെലിഫോൺ ഇന്റർവ്യൂ ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ അടുക്കെ പോയിട്ട് ഓറൽ ഇന്റർവ്യൂ എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ പറയാണ്, സ്തോത്രം, ഹല്ലേലൂയ. അന്നേരം ഈ ടെലിഫോൺ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി നാളായി പഠിച്ചിട്ട് ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊന്നും എനിക്ക് അറിയത്തില്ല. അന്നേരം ഞാൻ എൻ്റെ മറ്റേ അനിയത്തി ഓൾറെഡി ഇന്റർവ്യൂ കഴിഞ്ഞിട്ടിരിക്കുക. അന്നേരം ഞാൻ ഇവളോട് ചോദിച്ചു, എൻ്റെ അനിയത്തിയോട് ചോദിച്ചു, എന്തൊക്കെ ക്വസ്റ്റ്യനാ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഫോണിലല്ലേ വിളിക്കുന്നത്, അന്നേരം ഇവർ കാണത്തില്ലല്ലോ നമ്മളെന്തോ ചെയ്യുന്നു. അന്നേരം എല്ലാവരും ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ വീടിന്റെ മുറിയിലെ സോഫായിലെല്ലാം ആൻസറുകളെല്ലാം എഴുതി വെച്ചിട്ട് ഇവർ വിളിക്കുമ്പോൾ ഓരോന്ന് പറയും. അന്നേരം ഞാൻ എന്തോ ചെയ്തെന്ന് വെച്ചാൽ, എനിക്ക് വലിയ സോഫായ അങ്ങേ അറ്റം തുടങ്ങി ഇങ്ങേ അറ്റം വരെ ആൻസർ എല്ലാം എഴുതി ഒട്ടിച്ചൊട്ടിച്ച് വെച്ചു. അന്നേരം ഇവരെന്നെ വിളിച്ചിട്ട് ഇവരെന്നോട് ചോദിച്ചത്, എൻ്റെ കുടുംബം എത്ര പേരുണ്ട്, ഓസ്ട്രേലിയയിലെ ക്ലൈമറ്റ് എങ്ങനെയാ, ഇങ്ങനെ ജസ്റ്റ് 2-3 ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചുള്ളൂ. എന്നോട് ഇതൊന്നും ചോദിച്ചില്ല. എൻ്റെ കർത്താവിനറിയാം, നീ എന്നോട് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ ഞാൻ പറയത്തില്ല, ഞാൻ തോറ്റു പോകുന്നുള്ള കാര്യം കർത്താവിനറിയാം. അങ്ങനെ അവരെന്നെ ഈ ഓറൽ ഇന്റർവ്യൂവിന് ടെലിഫോൺ ഇന്റർവ്യൂ കഴിഞ്ഞപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, എന്നോട് ചോദിച്ചു, നീ ഇന്റർവ്യൂവിന് ലണ്ടനിൽ വരണമെന്ന് പറഞ്ഞു.
ലണ്ടനിൽ പോകണമെങ്കിൽ ഞങ്ങളുടെ അവിടുന്ന് ഒത്തിരി ദൂരമാണ്. അന്നേരം എനിവേ ഞാൻ യേസ് അങ്ങ് പറഞ്ഞു. എന്താ യേസ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ക്യാൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു, നീ എനിക്ക് മാഞ്ചസ്റ്ററിൽ ഒരു ഡേറ്റ് തരാൻ പറ്റുമോ ഇന്റർവ്യൂണെന്ന് ചോദിച്ചു. അന്നേരം അവരെന്നോട് പറഞ്ഞു, മാഞ്ചസ്റ്റർ നമുക്ക് അടുത്താ. അന്നേരം അവരെന്നോട് പറഞ്ഞു, ആഫ്റ്റർ 15 minutes ഐ വിൽ കോൾ യു എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വെച്ചു. ഫോൺ വെച്ചിട്ട് ഇവർ 15 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുക, സിസ്റ്ററെ ഈ ദിവസം വൈകിട്ട് നിനക്ക് വേണോ അതോ പിറ്റേ ദിവസം രാവിലെ നിനക്ക് വേണോ മാഞ്ചസ്റ്ററിലെന്ന്. എന്റെ ദൈവം നമ്മളെ വിടാൻ ആഗ്രഹിച്ചാല് സ്തോത്രം, കർത്താവ് പ്രതികൂലങ്ങളെ എല്ലാം മാറ്റിയിട്ട് നമുക്ക് വേണ്ടി അധികാര ജീവിതങ്ങളെ അനുകൂലമാക്കി തരുന്ന ദൈവമാണ്. സ്തോത്രം. അങ്ങനെ എൻ്റെ സിസ്റ്ററിന്റെ ഓറൽ ഇന്റർവ്യൂവിന് മുന്നേ ഞാൻ പോയി ഓറൽ ഇന്റർവ്യൂ എടുത്ത് എനിക്ക് കർത്താവിന്റെ കൃപയാല് എനിക്ക് ഇവിടേക്കുള്ള സെലക്ഷൻ കിട്ടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഇവർ ചോദിച്ചു, നിനക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട്? അന്നേരം ഞാൻ പറഞ്ഞു, എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്, അവർ പഠിക്കുക. അന്നേരം എന്നോട് അവർ പറയാണ്, നിനക്ക് ഞാൻ PR തന്നു വിടാം, പെർമനന്റ് റെസിഡൻസി ഇവിടേക്കുള്ള തന്നുവിടാം, അല്ലെങ്കിൽ നീ അവിടെ വർക്ക് വിസയിൽ പോയാൽ നിന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതിന് നിനക്ക് പ്രശ്നമായി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അറിയാൻ പാടില്ലാത്ത ഇങ്ങോട്ട് PR തന്ന് എന്നെ ഇവിടെ വിട്ടു. എന്നിട്ട് എന്നോട് അവർ ചോദിക്കുകയാണ്, നിനക്ക് ഏത് ഹോസ്പിറ്റലാണ് പോകണ്ടേ? നിനക്ക് റൂറൽ പ്ലേസിൽ പോകണോ അതോ സിറ്റിയിൽ പോകണോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഓസ്ട്രേലിയ എന്നാന്നറിയാത്ത എന്നോട് ചോദിക്കുക, നിനക്ക് ഇവിടെ പോകണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? നീ എന്നെ എവിടെ വിട്ടാലും ഞാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് കർത്താവിന്റെ കൃപയാല് സിഡ്നിയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് പെർമിഷൻ തന്ന എനിക്ക് അവിടെ കിട്ടാനിടയായി തീർന്നു. എന്നാൽ ഇവര് പറഞ്ഞത്, ആമേൻ, ഇവര് പറഞ്ഞത് 1.5 വർഷം എടുക്കും PR-ന്റെ ആപ്ലിക്കേഷൻ കിട്ടണമെങ്കിൽ, ആപ്ലിക്കേഷൻ സാങ്ഷനായി വരണമെങ്കിൽ. അങ്ങനെ ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കുക. സിസ്റ്റർ, അന്നൊക്കെ എന്ന് പറഞ്ഞാല് ആ തീഷ്ണത വലിയതായിരുന്നു. 1 മിനിറ്റ് കിച്ചണിൽ കിട്ടിയാൽ ഞാൻ അവിടെ മുഴങ്കാലുകളെ മടക്കുമായിരുന്നു. ഏത് സമയത്തും 1 മിനിറ്റ് കിട്ടിയാൽ ഞാൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എങ്ങോട്ടും പോകണ്ട എന്ന് പറയുവാൻ കാരണം അതാ. ദൈവം എന്നെ നടത്തുന്നത് ഓരോ ദിവസവും ദർശനം തന്ന് ആ ദിവസത്തേന് വേണ്ടത് തന്ന് ദൈവം ഓരോ ദിവസവും നടത്തുക. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴേ ഈ ഒരു ഞങ്ങൾ ഇവിടുന്ന് ഒരു 40 പേജുണ്ട് നമ്മുടെ PR-ന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ്, അത് മുഴുവൻ എഴുതി നമ്മൾ ഇവിടെ അയക്കുക. ഇങ്ങനെ നമ്മൾ ഇവിടേക്ക് അയച്ചു. ഞങ്ങൾ ആയിരിക്കുന്ന ഈ സ്ഥലത്ത്, ഈ പാരമറ്റ എന്ന് പറഞ്ഞ സിഡ്നിയിലേക്കാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. അങ്ങനെ അയച്ചിട്ട് 1 മാസമായിട്ടും എനിക്ക് യാതൊരു റിപ്ലൈയും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ രാത്രി ഇവിടുത്തെ സമയം അവിടുത്തെ സമയം വ്യത്യാസം, രാത്രി 1 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റിട്ട് ഞാൻ ഇവിടുത്തെ ഓഫീസിൽ വിളിച്ചു. ഇവിടുത്തെ ഓഫീസിൽ വിളിച്ചപ്പം ഒരു വ്യക്തി ഫോൺ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ ആപ്ലിക്കേഷൻ ഇവിടെ ഒന്നും ഇല്ല. എന്നിട്ട് എന്നോട് ആ മനുഷ്യൻ പറഞ്ഞു, ഒരു മനുഷ്യനാ, അയാൾ പറഞ്ഞു, നീ ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഇവിടെയുള്ള ഓഫീസുകൾ മുഴുവൻ തപ്പി അവസാനം എൻ്റെ ഫയൽ അയാൾ കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അയച്ചത് അഡ്രസ്സ് തെറ്റാ, ഇവിടേക്കല്ല നീ വിട്ട, വേറൊരു ഓഫീസിലേക്കാ വിട്ടെ. ആ ഓഫീസിൽ പോയി തപ്പി പിടിച്ചോണ്ട് എൻ്റെ ഫയൽ തന്നിട്ട് എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് കേസ് ഓഫീസറെ ആക്കി തന്നു. അങ്ങനെ ഇവർ 1.5 വർഷമെന്ന് പറഞ്ഞത്, ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ലേഡി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിന്റെ PR വന്നിട്ടുണ്ട്, നീ നെറ്റി നോക്കിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല, ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നീ നെറ്റ് തുറന്ന് നോക്കാൻ, നിന്റെ PR വന്നു കിടക്കുവാണ്. സിസ്റ്ററിന് അറിയാമോ, 1.5 വർഷമെന്ന് പറഞ്ഞത് 2 മാസവും 28 ദിവസവും ആയപ്പോഴത്തേന് എൻ്റെ PR കുടുംബത്തിന് വേണ്ടിയുള്ളത് ഈ ഓസ്ട്രേലിയക്കുള്ള ദൈവം അയച്ചു തരുവാൻ ഇടയായി തീർന്നു. എൻ്റെ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ഒരു ദേശത്തേക്ക് അയക്കും, കുടുംബമായിട്ട് അയക്കുമെന്ന് പറഞ്ഞ് ഞാൻ മാറിയാലും, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാലും കർത്താവിനെ പോകുവാനുള്ള മുഖാന്തരം ഒരുക്കി ദൈവം സംസാരിച്ചിട്ട് എനിക്ക് വേണ്ടി ഒരുക്കി തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ 2009 ഈ ദേശത്ത് സിഡ്നിയിൽ കുടുംബമായിട്ട് കടന്നു വരുവാൻ ദൈവം എനിക്കൊരു വഴി തുറക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇതൊക്കെ സിഡ്നി വന്നതോ ഓസ്ട്രേലിയ വന്നതോ ഒന്നും അല്ല എൻ്റെ വിഷയമെന്ന് പറഞ്ഞ്, എൻ്റെ വിഷയം എന്ന് പറഞ്ഞ് എനിക്ക് ആരാധന വേണം, എനിക്ക് ആരാധനയുള്ള ഒരു പ്ലേസ് വേണം. അങ്ങനെ ഞങ്ങള് 1 മാസത്തെ അവധിക്ക് UK നാട്ടിൽ ചെന്ന് നിന്നപ്പോൾ ഒരു ദൈവദാസി എന്നോട് ഇങ്ങനെ ദൂത് പറയുവാൻ ഇടയായി തീർന്നു. അനിമോക്ക് 2009 ആരാധന ഇല്ല, 2010 ദൈവം ആദ്യ നാളുകളിൽ ആരാധനയ്ക്കുള്ള വഴികൾ തുറന്നു തരുമെന്ന് പറഞ്ഞു. ഈ ദേശത്ത് എനിക്ക് ആരെയും അറിയത്തില്ല,
ഒരു ബന്ധക്കോസുകാരെ അറിയത്തില്ല, ആകെ ഒരു കുടുംബം അറിയാം, അവരെ എവിടാന്നും നമുക്കറിയത്തില്ല. ആ ഒരു ദിവസം കൊണ്ട് അവരെ വിളിക്കുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുക, എനിക്ക് കർത്താവേ നീ എനിക്ക് ആരാധന തുറന്നു തരണം, എനിക്ക് ആരാധന തുറന്നു തരണം. എന്റെ ദൈവമേ, നിനക്ക് നീ എന്നോട് പറഞ്ഞു, വാക്കു പറഞ്ഞാൽ നീ മാറാത്ത ദൈവമാ. അങ്ങനെ ഓസ്ട്രേലിയയിൽ ഞാൻ കടന്നു വന്നിട്ട് ഞങ്ങൾ സിറ്റിയിലായിരുന്നപ്പോൾ അവിടെ വീട് വാങ്ങിക്കാൻ ഭയങ്കര പാടാണ്, നമുക്ക് കാലിൽ ജോലി ചെയ്യാൻ ഭയങ്കര റെന്റാണ്. അന്നേരം അവിടെ നിന്ന് ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ഒരു മാറ്റം വേണമെന്നുള്ള കാര്യത്തിൽ ഞാനൊരു ആപ്ലിക്കേഷന് വേണ്ടി നെറ്റ് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി കാണാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ അമ്മിനെ വിളിച്ചു, ഇവിടേക്ക് ഹല്ലേലൂയ ആപ്ലിക്കേഷൻ വിട്ടു. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പേജേ ഉള്ളു CV. അങ്ങനെ വിട്ടിട്ട് ആ ആപ്ലിക്കേഷൻ അവർ തുറന്നപ്പോൾ അവർ പറഞ്ഞു, എനിക്കത് വായിക്കാൻ പറ്റത്തില്ല, നീ ഒന്നുകൂടെ വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നുകൂടെ വിടാനിടയായി തീർന്നു. അങ്ങനെ കർത്താവിന്റെ കൃപയാല് അവരെന്നെ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോഴത്തെ ദിവസത്തെ ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. കർത്താവ് നടത്തിയ വഴികൾ അഗോചരമായ വഴികളാ. ഞങ്ങൾ സിറ്റിയിലാണെന്ന് പറഞ്ഞല്ലോ, അന്ന് ഇന്റർവ്യൂവിന്റെ ദിവസം രാവിലെ ഭയങ്കര മഴ. എനിക്ക് ബസ് കയറി സിറ്റിയിൽ ചെന്ന് ട്രെയിൻ പിടിച്ചു വേണം ഈ ഹോസ്പിറ്റലിൽ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. അന്ന് എൻ്റെ മോക്കൊരു ഡെന്റൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അച്ചാച്ചൻ മോളെയും കൊണ്ട് പോയി. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ടാണ് ഇന്റർവ്യൂവിന് വരുന്നത്, മോനെയും കൊണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നു വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ സിസ്റ്ററെ, സ്തോത്രം, ഞാൻ അറിയാണ് അന്ന് ബസ് സ്ട്രൈക്കാണെന്ന്. അങ്ങനെ ഒരിക്കലും കേട്ടിട്ട് പോലുമില്ല ഈ സിഡ്നിയുടെ പ്രദേശത്ത് ബസ് സ്ട്രൈക്ക് വരുന്നൊന്നും. അവിടെ ചെന്ന് നിന്നു, ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ ഇന്റർവ്യൂവിന് വരണമെങ്കിൽ ബസ്സില്ല, എങ്ങനെ പോകാനാ? കാണുന്ന ടാക്സികൾക്ക് മുഴുവനും കൈ കാണിച്ചിട്ട് ഒറ്റ ടാക്സി നിർത്തത്തില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഞാൻ അന്നേരം മോനോട് പറഞ്ഞു, മോനെ നമുക്ക് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്ന കൂട്ട് പ്രാർത്ഥിക്കും. ഞങ്ങൾ രണ്ടുപേരൂടെ പ്രാർത്ഥിച്ചു. അന്നേരം അവിടെ ഒരു ലേഡിയും കൂടെ വന്നു. അന്നേരം ഞങ്ങൾ പറഞ്ഞു, ടാക്സിക്ക് കൈ കാണിച്ചാല് ഷെയർ ചെയ്ത് നമുക്ക് പോകാം, പൈസ കൊടുക്കണമല്ലോ ഷെയർ. അന്നേരം ഞങ്ങൾ അവിടെ നിൽക്കുക, ഒറ്റ ടാക്സിക്കാരെ നിർത്തത്തില്ല. എന്റെ ദൈവമേ, ഞങ്ങൾ നിന്നും മടുത്തു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഞാൻ കാണുകയാണ് ഒരു ബ്ലൂ കാർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടു. കാറ് പാസ് ചെയ്തു പോയി കുറെ ദൂരം ചെന്നിട്ട് അവര് U-ടേൺ എടുത്തിട്ട് തിരിച്ചു വന്ന് ഞങ്ങളുടെ അരിക്ക് നിൽക്കാൻ ഇടയായി തീർന്നു. അവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഹല്ലേലൂയ അവരെ ഞങ്ങളോട് പറഞ്ഞു കേറെന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ പൈസ കൊടുത്ത് പോകാമെന്നുള്ള ചിന്തയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൽ കേറി കഴിഞ്ഞപ്പോൾ ആ കാറിന്റെ ഡ്രൈവർ, ഒരു ലേഡിയാ, അവർ ഞങ്ങളോട് പറയാണ്, ഞാൻ അവിടുന്ന് വന്നപ്പോഴേ എന്നോട് ആരോ സംസാരിച്ചു. ഇങ്ങനെ എന്നോട് പറഞ്ഞത്, നിന്റെ കാറില് 5 സീറ്റുള്ളത് 4 സീറ്റ് വേക്കന്റ് ആണ്. നീ ഇങ്ങനെ പോകുമ്പോ അനേകര് ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ബസ് ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. അന്നേരം നീ തിരിച്ചു പോയി ആ നിൽക്കുന്നവരെ വിളിച്ചോണ്ട് പോൻ. അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ അവർ തിരിച്ചു വന്നതാണ്. അവർ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും, 1 പൈസ പോലും വാങ്ങിച്ചില്ല. എന്നിട്ട് എൻ്റെ മോൻ അവരെ ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ടാണ് ആ കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിന് വന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിക്കുകയാണ്, നാളെ ഈ ജോയിൻ ചെയ്യാമോ? ഇന്ന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കാം, നാളെ രാവിലെ ജോലിക്ക് വരാമോ? അന്നേരം ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടില്ല, ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറിപ്പോകാത്തോണ്ട് കർത്താവിന്റെ കൃപയാല് ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുവാന് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. എത്ര പ്രതികൂലം വന്നാലും, ബസ് സ്ട്രൈക്ക് ആകട്ടെ, ആ ടാക്സി നിർത്താതിരുന്നോട്ടെ, എന്നാൽ ദൈവം ഹല്ലേലൂയ കാക്കയോട് കൽപ്പിക്കുന്ന ദൈവം മനുഷ്യരോട് കൽപ്പിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെ ഒരു അത്ഭുതം ദൈവം ജീവിതത്തിൽ ചെയ്തു. ഈ ഹോസ്പിറ്റലിൽ കടന്നു വന്നു അനേകരോട് സുവിശേഷം പറയാൻ കർത്താവ് അത്ഭുതത്തിന്റെ വഴികളെ ഒരുക്കി തന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ ആരാധന തുറന്നു തന്ന ദൈവത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാം. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ കടന്നു വന്നിട്ട് ഞങ്ങളൊരു ആംഗ്ലിക്കൻ ചർച്ച്, ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. 3 സഹോദരിമാർ ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ 3 പേരോട് ഒരുമിച്ച് പോകും. അവിടെ ഇരുന്ന് സൺഡേ സ്കൂൾ ആരാധന ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് എനിക്ക് ആരാധന തുറന്നു തരണം. കർത്താവെ, നീ എവിടാ? നീ എന്നോട് പറഞ്ഞല്ലോ 2010 ആരാധന തുറന്നു തരാമെന്ന് പറഞ്ഞ ദൈവം എവിടെയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തില് സ്തോത്രം, ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്വിമ്മിങ്ങിന് വിടുന്നിടത്ത് ഞങ്ങൾ ഒരു വ്യാഴാഴ്ചയാ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം ലേഡി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അവരോട് ഞാൻ സംസാരിക്കും, അവരോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവരെ കൂട്ടുപിടിക്കും. അങ്ങനെയാണ് സുവിശേഷം പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്നേരം 2 ആഴ്ചയായിട്ട് ഈ ലേഡിയെ കാണാനില്ല. അന്നേരം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് ഇവരെവിടെ പോയി അറിയത്തില്ലല്ലോ. അന്നേരം വേറെ ഒരു ദിവസം ഇവരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നീ എവിടെ പോയതായിരുന്നു, കണ്ടില്ലല്ലോ. അന്നേരം ഇവരെന്നോട് പറഞ്ഞു, തിങ്കളാഴ്ച ഒരു നല്ല സ്വിമ്മിങ്ങിന്റെ ടീച്ചറുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അതിലോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, അച്ചാച്ച തിങ്കളാഴ്ച നല്ല ഒരു ടീച്ചറുണ്ട്, അങ്ങോട്ട് നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഞങ്ങളും കൊച്ചുങ്ങളെ മാറ്റി. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് നീ എനിക്ക് ആരാധന തുറന്നു തരണം, എന്റെ പ്രാർത്ഥന അത് മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത തിങ്കളാഴ്ച ഞാൻ പോയി പൈസ പേ ചെയ്യണം. ആ ക്യൂവിൽ നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു നെറ്റ് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഒരു ദൈവദാസന്റെ ഫോട്ടോയാണ്, എവിടെയോ പ്രസംഗിക്കുന്നതിന്റെ ഒരു പിക്ചറാണ്. അന്നേരം ആ പാസ്റ്ററിന്റെ പേര് തോമസ് എബ്രഹാം എന്ന്. അങ്ങനെ ഞാൻ പൈസ പേ ചെയ്യാൻ നിന്നപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ട ആളെ കൂട്ട് ഒരാൾ ആ ക്യൂ നിൽക്കുന്നു. അങ്ങനെ നിന്നപ്പം എനിക്ക് മിണ്ടാൻ പേടിയാ, അറിയത്തില്ലല്ലോ, മലയാളിയാണോന്ന് അറിയത്തില്ല, നോർത്ത് ഇന്ത്യൻ ആണോന്നൊന്നും അറിയത്തില്ല. അന്നേരം ഞാൻ ആ ആഴ്ച ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ വിചാരിച്ചോ അതല്ലായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് അടുത്ത തിങ്കളാഴ്ച ഞാൻ വന്നപ്പം ഈ ആൾ അവിടെ തന്നെ നിൽക്കുന്നു, ആ ക്യൂവിൽ നിൽക്കുന്നു. എന്നേരം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിനകത്ത് കർത്താവെ ചോദിക്കണോ വേണ്ട ഒരു മൽപിടുത്തം പോലെ. എന്നിട്ട് ഞാൻ ഏതായാലും സർവ്വബലവും പ്രാപിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, മലയാളിയാണോ എന്ന് ആദ്യം ചോദിച്ചു. ഞാൻ 2 വാക്കേ ചോദിച്ചുള്ളൂ. അന്നേരം ഞാൻ മലയാളിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ ചോദിച്ചു, പാസ്റ്റർ തോമസ് എബ്രഹാം ആണോ എന്ന് ചോദിച്ചു. ആന്നല്ലോ എന്ന് പറഞ്ഞു. അത് 2 ഞാൻ ചോദിച്ചുള്ളൂ. എന്നിട്ട് ഞാൻ പോയി തിരിച്ച് അച്ചാച്ചൻ്റെ അടുക്കെ പോയി ഇരുന്നു. എന്നിട്ട് ദൈവദാസിയെ പറഞ്ഞ് എൻ്റെ അടുക്കെ വിട്ടു. അങ്ങനെ ഞാൻ ഈ പട്ടണത്തില് ഒരു ദൈവദാസനോട് ആ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് കണ്ടാണ് ഞാൻ ദൈവസഭയിൽ പോകാൻ എനിക്ക് അവസരം ദൈവം ഒരുക്കി തന്നത്. അതിന് മുഖാന്തരമായത് കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് എല്ലാ മാസങ്ങളിലും 3 മാസം കൂടുമ്പോൾ ഔട്ടിങ്ങിന് പോകും. അങ്ങനെ ഔട്ടിങ്ങിന് പോയപ്പോൾ കർത്താവിന്റെ ദാസന്റെ കുഞ്ഞന്ന് ചെറുതാ. അന്ന് ഈ മോന് സ്വിമ്മിംഗ് പൂളിൽ എങ്ങാണ്ട് വീഴാൻ ഇടയായി തീർന്നു. ചാടിയപ്പം അന്നത്തെ ആൾക്കാർ പറഞ്ഞു, കുഞ്ഞുങ്ങളെ സ്വിമ്മിങ് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ പ്രശ്നമാണ്, ഇവിടെ കുഞ്ഞുങ്ങളെ സ്വിമ്മിങ് പഠിപ്പിച്ചിരിക്കണം, അത് മസ്റ്റാ. അങ്ങനെ അവരാകെ 4 ആഴ്ച മാത്രമേ ആ സ്വിമ്മിങ് പ്ലേസിൽ വന്നിട്ടുള്ളൂ. എൻ്റെ ദൈവം കുഞ്ഞിനെ അവിടെ ചാടിച്ച് എനിക്ക് വേണ്ടി വഴി തുറക്കാൻ വേണ്ടി ആ ദൈവദാസനെ ആ സ്വിമ്മിംഗ് പൂളിൽ ഒരു 2-3 ആഴ്ച മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ അറിയാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഒരു പരിചയപ്പെടാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ ആംഗ്ലിക്കൻ ചർച്ചിൽ പോയപ്പം അവിടുത്തെ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞ മിനിസ്റ്റർ പ്രീസ്റ്റ് ഒരു ഉത്തമഗതിയത്തിൽ ഒരു ടോക്കാണ് വന്നേ. അന്നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വേൾഡിലി ടോക്ക് പോലെ അത് തോന്നുവാനിടയായി തീർന്നു. അന്നേരം പിറ്റേ ആഴ്ച വന്നപ്പോൾ ഞങ്ങളുടെ 3 ആണുങ്ങൾ അവിടെ ഇരിക്കുക. എൻ്റെ അച്ചാച്ചനെ അനിയത്തിമാരുടെ 2-3 ഹസ്ബൻഡുമാര്. അവര് പറയാണ്, ഇത് കേൾക്കാനല്ലല്ലോ നമ്മൾ ഇവിടെ വന്നത്, നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ വന്നേ എന്ന് പറഞ്ഞു. അച്ചാച്ചൻ പറയാം, ഞാൻ ഇനി അവിടെ വരത്തില്ല, ഞാൻ ഇനി ആ പള്ളിയിൽ പോണില്ല, ഇങ്ങനെ പറഞ്ഞു. അന്നേരം ഒരു ദിവസം ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടണം അച്ചാച്ച, നമുക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം അച്ചാച്ചൻ സമ്മതിക്കത്തില്ല. അന്നേരം ഞാൻ ഇങ്ങനെ കാറിലിരുന്നപ്പോ ഞാൻ ചോദിച്ചു, അച്ചാച്ച എന്നാ അച്ചാച്ചൻ അവിടെ പോകുന്നില്ലെങ്കിൽ ഞാൻ വേറൊരിടത്ത് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ ദൈവദാസിയെ അവിടെ ഇരുന്നോണ്ട് ഞാൻ കാറിലിരുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അതൊരു ഞായറാഴ്ചയാ. അന്നേരം പറഞ്ഞു, ആരാധനയ്ക്ക് പോകുമ്പോൾ ഞങ്ങളെ കൂടെ വന്ന് വിളിച്ചോണ്ട് പോണേന്ന് പറഞ്ഞു. അങ്ങനാണ് കർത്താവ് ആരാധന തുറന്നു തരുവാൻ ഇടയായി തീർന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ദൈവം വാക്കു പറഞ്ഞ മാറാത്ത ദൈവമാ. ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസ്തനാ. ഇച്ചിരി സമയം മാറിപ്പോയാലും കർത്താവ് ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്തു തരും. ദൈവം നമ്മോടൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം മാറാത്ത ദൈവമാ. അവൻ വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കു പറഞ്ഞിട്ട് മാറിപ്പോകാത്തനും ദൈവമാ. അന്ന് 2010 ഞാൻ ആ സഭയിൽ കടന്നുപോയ ഇന്ന് വരെയും ഈ 2024 വരെയും ഞങ്ങൾക്ക് അവിടെ കടന്നു പോകാൻ ദൈവം കൃപ ചെയ്യുന്നു. കുടുംബമായിട്ട് ഞങ്ങൾ അവിടെ കടന്നു പോകുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്തത വലിയതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അത്ഭുതങ്ങളെ ദൈവം ചെയ്യാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ വേറെ ഒരു അത്ഭുതം ചെയ്തത് ഞാൻ പറയാം. എൻ്റെ മോന്റെ ജീവിതത്തില്
2010 ഈ ആരാധനയ്ക്ക് കടന്നു പോകുന്നതിന്റെ 1 മാസം മുന്നേ ഇവൻ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരു സ്വെല്ലിങ് പോലെ വരുക ഈ കഴുത്തിന്റെ താഴെ. അങ്ങനെ അത് ഇച്ചിരി കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോവും. ഫുഡ് കഴിച്ച് ഇച്ചിരി കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പലരെയും കാണിച്ചു, ഡോക്ടറെ കാണിച്ചു. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് അറിയത്തില്ല. അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി, സ്കാൻ ചെയ്ത് നോക്കി, ഒരു പ്രശ്നവും കുഞ്ഞിനില്ല. എന്നാൽ ഇവൻ ആഹാരം കഴിച്ചു കഴിയുമ്പോഴത്തേന് ഇവിടെ ഒരു മുഴ പോലെ വരും, അതങ്ങ് മാറിപ്പോവും. ഇങ്ങനെ അന്നേരം ഇരിക്കുമ്പോൾ അനേകര് ഞങ്ങളോട് പറഞ്ഞു നാരങ്ങ മുട്ടായി വാങ്ങിച്ചു കൊടുത്താൽ മതി, അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നാരങ്ങ മുട്ടായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ, ഞാൻ ചെയ്യുന്നത് ചിൽഡ്രൻസിന്റെ ഹോസ്പിറ്റലിലാണ്. അന്നേരം അവിടുത്തെ ഡോക്ടർമാരെ ഞാൻ കൊണ്ട് കാണിച്ചു. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു സലൈവറി ഗ്ലാൻഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്കോപ്പ് ഇട്ട് നോക്കണോന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏതായാലും ഇപ്പൊ ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കുറെ നാൾ കഴിഞ്ഞപ്പം, കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഇവനെ നോക്കിയപ്പോൾ ഇവന്റെ നാക്കിന്റെ അടിയിൽ ഒരു എന്തോ ഒരു വൈറ്റ് സാധനം ഇരിക്കുന്ന കൂട്ട് എനിക്ക് തോന്നി. അന്നേരം ഞാൻ ചോദിച്ചു, മോനെ നിന്റെ നാക്കിന്റെ അടിയിൽ എന്നാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാം, മമ്മി അത് ബോണാണ്, എല്ലാന്ന് പറയുക. അന്നേരം ഞാൻ ചോദിച്ചു നാക്കിന്റെ അടിയിൽ ആർക്ക് എല്ലൊന്നും ഇല്ല മക്കളെ, എന്നെ കാണിക്കണമെന്ന് പറഞ്ഞ് എന്താ അമ്മയോട് പറയാഞ്ഞെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഡാഡിയോടും ചേച്ചിയോടും പറഞ്ഞതാണ്. അന്നേരം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർമാരെ കാണിച്ചില്ല, നമുക്ക് പ്രശ്നമാണ്. അന്നേരം ഞാൻ പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ഞാൻ ഡോക്ടറിനോട് സോറിയൊക്കെ പറഞ്ഞു. സോറി ഡോക്ടറെ, ഇവൻ എന്നോട് പറഞ്ഞില്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു ENT ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ENT ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാവരെയും അറിയാം. അന്നേരം ഞാൻ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്ത് നെക്സ്റ്റ് വീക്കിൽ എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. അങ്ങനെ ഇരുന്നപ്പം ഞാൻ ഫാസ്റ്റിംഗ് എടുക്കും, ഞാൻ പ്രാർത്ഥിക്കും, ആത്മാവിൽ ആരാധിക്കും. ഇങ്ങനെയാണ് ഡ്യൂട്ടിക്ക് ചെന്നാലും. അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ ഒരു ദിവസം വെള്ളിയാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വൈകിട്ട് ഇവരെന്നെ വിളിക്കാൻ വന്നു. ഡ്യൂട്ടി കഴിയുമ്പോൾ എന്നെ വിളിക്കാൻ കാറും കൊണ്ട് വന്നപ്പോൾ മോൻ എന്നോട് പറയാ, മമ്മി ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേ എൻ്റെ വായിൽ നിന്നൊരു സാധനം താഴെ വീണു. അന്നേരം ഞാൻ ചോദിച്ചു, മോനെ അതെന്തുവാ? അന്നേരം ഇവനത് കുപ്പിയിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സാധനം. ഈ കണ്ടപ്പം സിസ്റ്ററെ ഒരു പേള് പോലെ ഇരുന്നിട്ട് ഈ സ്റ്റാർ ഫിഷിന്റെ കൂർത്ത മൊനകളൊക്കെ ഉണ്ട്. ആ ഒരു കിലുകിലുക്കുന്ന ഒരു സാധനം, ഒരു കല്ല് പോലെ ഇരിക്കുന്നത്. ഈ 2 വർഷത്തോളമായിട്ട് ഈ സലൈവറി ഗ്ലാൻഡിൽ ഇരുന്ന ആ കല്ല് ഈ സലൈവറി ഗ്ലാൻഡിൽ കൂടെ കടന്നു വന്ന നാക്കിന്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് അത് ദൈവം പുറത്തു വീണ് കുഞ്ഞ് കാണാനിടയായി തീർന്നു. എൻ്റെ ദൈവം എത്ര വിശ്വസ്തനാന്ന് നോക്കിക്കോണേ. സ്തോത്രം. ഈ ENT ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുക. എന്നിട്ട് ഞാൻ അത് കുപ്പിയിലിട്ട് ഞാൻ പലരെയും കാണിച്ചു. ഇത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ്. ഒരു ഓപ്പറേഷനായിട്ട് ഒന്നും ചെയ്യാതെ എൻ്റെ കുഞ്ഞിനെ ദൈവം വിടുവിക്കാൻ ഇടയായി തീർന്നു. ആ എല്ല് പോലിരുന്നത് അത് ഒരു പോറല് പോലും ഏൽക്കാതെ, ഒരു കുഴപ്പമില്ലാതെ ആ കൂർത്ത മൊനകൾ അതേലുണ്ട്. അത് നാക്കിന്റെ അടിയിൽ കൂടെ ദൈവം കൊണ്ടുവന്ന് പുറത്ത് ചാടിച്ചെങ്കിൽ നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വിശ്വസ്തത ഓർത്താൽ അവനെ വിട്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല. സ്തോത്രം. ആ കർത്താവ് ഇന്നയോളം നിർത്തി. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ കരം കാണുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വർണ്ണിച്ചാലും അത് തീരത്തില്ല. 2-3 ദിവസം പറഞ്ഞാൽ പോലും തീരാത്ത അത്ഭുതങ്ങളെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഒരു ദിവസം ഹല്ലേലൂയ, എൻ്റെ ബ്രദർ ബ്രിസ്ബെയിനിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ അവിടോട്ട് കാണാൻ പോവാണ്. ട്രെയിനിലാണ് പോകുന്നത്. ഒരു ഹോൾ നൈറ്റ് ഇരിക്കണം. ഞാൻ നൈറ്റ് ട്രെയിനെ കയറിയപ്പോ തുടങ്ങി ഞാൻ ഒരു പാട്ട് പാടി ഞാൻ കരയുക. ഞാൻ ഇങ്ങനെ കരയുമോ? എന്തിനാ ഞാൻ കരയുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്തിനാ ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചു, മമ്മി എന്തിനാ കരയുന്നത്? എനിക്കറിയത്തില്ല ഞാൻ എന്തിനാ. ഒരു പാട്ട് പാടിയാ ഞാൻ കരയാം. ആരാധിക്കാം പരിശുദ്ധനെ, ആരാധിക്കാം കർത്തനെ. ഈ പാട്ട് പാടിയ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ എഴുതിയ പാട്ടാണ്. ആ പാട്ട് പാടിയാണ് ഞാൻ ഇങ്ങനെ കരയുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ട്രെയിനാണല്ലോ പോയി, ഒരു കാർ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു വീട്ടിലേക്ക് പോയി, ഒരു കൂട്ടുകാരന്റെ വീട്ടില്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പം അവരുടെ വീട്ടില് ഒരു അവിടുത്തെ കുഞ്ഞിന് പനി എന്ന് പറഞ്ഞാല് 42 ഡിഗ്രി ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞങ്ങ് പനിയാ. അവര് 2 ആഴ്ച ഏതെല്ലാം ആന്റിബയോട്ടിക് കൊടുത്തോ, പെനിസിലിൻ വരെ കൊടുത്തു നോക്കിയിട്ട് പനി മാറാത്തോണ്ട് അവര് പിറ്റേ ദിവസം കടന്നുപോയിട്ട് അവര് ലുക്കീമിയയുടെ
ബ്ലഡ് ക്യാൻസറിന്റെ ടെസ്റ്റ് ചെയ്യാൻ പോകാനിരിക്കുക. അന്നേരമാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അന്നേരം ഞാൻ എവിടെ പോയാലും എൻ്റെ ബാഗിനകത്ത് ട്രാക്ട് കാണും, അല്ലെ ചെറിയ വേദപുസ്തകത്തിന്റെ കുഞ്ഞു എന്തെങ്കിലുമൊക്കെ കാണും. അന്നേരം അവര് കാത്തലിക്സാ. അന്നേരം ഞാൻ ഇങ്ങനെ അവിടെ ചെന്ന് ഇത് കേട്ടപ്പോഴ് ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ അമ്മയെ വിളിച്ചിട്ട് ഞാനും എൻ്റെ ചേച്ചി, ആങ്ങളുടെ ചേച്ചിയും, നാത്തൂൻ ചേച്ചിയും, ഞങ്ങൾ 3 പെണ്ണുങ്ങള്, അവരെല്ലാം TV കണ്ടോണ്ടിരിക്കുക. അന്നേരം ഈ കുഞ്ഞിനെ കൊണ്ട് വന്നു. ഈ കുഞ്ഞിനെ എന്ന് പറഞ്ഞാല് ഇവര് നെറ്റിയിലൊക്കെ വെള്ളം തളിച്ചിട്ട് അത്രയ്ക്ക് ടെമ്പറേച്ചറാ. അന്നേരം ഞാൻ പറഞ്ഞു, മോളെ ശതമാനം എന്ന് പറഞ്ഞാൽ ശതമാനം 100%. എന്നാല് നീ യേശുവിൽ വിശ്വസിക്കുമ്പോൾ 105% വിശ്വസിക്കണം. ദൈവം വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ആ കുഞ്ഞിനെ എടുക്കട്ടെ എന്ന് ചോദിച്ച് ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് എൻ്റെ ഇങ്ങനെ തോളയിലോട്ട് വെച്ചപ്പോ സിസ്റ്ററിന് അറിയാമോ, എൻ്റെ തോള് പൊള്ളിപ്പോവും, ചെസ്റ്റ് പൊള്ളിപ്പോകുന്ന പനിയാ. അങ്ങനെ ഞങ്ങൾ 3 പേരോട് ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ എനിക്കറിയാം, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോ എനിക്കറിയാം കുഞ്ഞിന്റെ പനി വിട്ടുപോകുന്നത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ മിണ്ടി പ്രാർത്ഥിച്ചു വെച്ചിട്ട് ഞാൻ ഈ കുഞ്ഞിനെ മോടെ കയ്യിൽ അങ്ങ് കൊടുത്തു, അവളുടെ അമ്മയുടെ കയ്യിൽ, കുഞ്ഞിന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോ എന്നോട് ആ അമ്മ പറയാണ്, ചേച്ചി പനി പോയെന്നാ തോന്നുന്നേന്ന്. ഇങ്ങനെ പറഞ്ഞ് ആ പനി അന്ന് മാറിയിട്ട് സ്തോത്രം. പിന്നെ ഞാൻ അനേക നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ബ്രദറിനോട് ചോദിച്ചു, കുഞ്ഞിന് എങ്ങനെയുണ്ട്? ഒരു പനിയുമില്ല, ഒരു കുഴപ്പവുമില്ല. ദൈവം ആ കുഞ്ഞിനെ അന്ന് വിടുവിക്കാൻ ഇടയായി തീർന്നു. അതാണ് ഞാൻ രാത്രിയിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച്. എന്തിനാണെന്ന് എനിക്കറിയില്ല. എൻ്റെ കർത്താവ് നമ്മളെ നടത്തുന്ന വഴികൾ എത്ര അഗോചരമായ വഴികളാണെന്നറിയാമോ? സ്തോത്രം. അനേക അത്ഭുതങ്ങളെ കാണുവാനും കേൾക്കുവാനും ദൈവം സഹായിക്കാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ എൻ്റെ മനസ്സിൽ ഞാൻ ഈ ചിൽഡ്രൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലാണ്. അന്നേരം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവെ വിടുവിക്കണേ, കർത്താവെ സഹായിക്കണേ. മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ടാൽ നമുക്ക് സഹിക്കത്തില്ല. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഈവനിങ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നേരം ഈ കുഞ്ഞ് എൻ്റെ ടീം ലീഡർ പറഞ്ഞു, നീ പോയി അതിനെ സ്ക്രബ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിനെ ഓൾറെഡി പുതപ്പിച്ചു. അന്നേരം നമ്മൾ ഈ പേരൊക്കെ ചോദിച്ചപ്പോൾ ജെറോം ടിൽസൺ എന്ന് പറഞ്ഞു. അന്നേരം ഇത് കുഞ്ഞ് മലയാളിയാണോ ആരാന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഞാൻ കുഞ്ഞിന്റെ മേൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നിന്നപ്പോഴേ ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരൻ അവിടെ വന്നു. കാറേ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രദർ എന്താ ഈ രാത്രിയിൽ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുഞ്ഞ് ഇത്ര ദൂരത്തുനിന്ന് വന്നിട്ടുണ്ട്, അവർക്ക് ബ്ലൂക്കീമിയ ആയിട്ടാണ് വന്നേക്കുന്നത്, ബ്ലഡ് ക്യാൻസർ ആയിട്ടാണ് വന്നേക്കുന്നത്. അന്നേരം ഇങ്ങനെ പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞിന്റെ പേരെന്നാ? അന്നേരം എന്നോട് പറയാ, ജെറോം ടിൽസൺ എന്ന്. ഞാൻ ഇന്നലെ തലേദിവസം കൈ വെച്ച് പ്രാർത്ഥിച്ച കുഞ്ഞാണത്. അങ്ങനെ ഹല്ലേലൂയ. കർത്താവ് പിറ്റേ ദിവസം ഞാൻ അവരോട് കടന്നുപോയി. അവര് ജ്ഞാനായക്കാര അവരോട് അവരുടെ ഒരിക്കല് അടുത്ത 1.5-2 വർഷത്തോളം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അവരുണ്ടായിരുന്നു. അവർക്ക് ദൂരെ, അവർ 5.5 മണിക്കൂർ ദൂരെ നിന്നാണ് വന്നേക്കുന്നത്. അവർക്ക് അവിടെ റൂം കൊടുക്കും. അവരുടെ ജോലി 2 പേരുടെയും കളഞ്ഞിട്ട് ജോലിയിൽ നിന്ന് അവധിയെടുത്ത് ഈ കുഞ്ഞിനെ കൊണ്ട്, അവരുടെ ആദ്യത്തെ കുഞ്ഞ് 17 മാസമേ ഉള്ളൂ, ആ കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആയിട്ട് അവരവിടെ കടന്നു വന്നു. അവരുടെ ഇരിക്കല് രാവെന്നോ പകലെന്നോ ഇല്ലാതെ രാവിലെ എൻ്റെ ബ്രേക്കിന് പോകും, ഉച്ചയ്ക്ക് എൻ്റെ ബ്രേക്കിന് അവരുടെ പോകും, വൈകിട്ട് എൻ്റെ ബ്രേക്കിന് അവരുടെ പോകും. അവരോട് പോയി സുവിശേഷം പറഞ്ഞ് അവരെ ബലപ്പെടുത്തി ശക്തീകരിച്ച് ഈ കുഞ്ഞിന്റെ വയറൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും അന്ന് ആ കുഞ്ഞ് മരിച്ചു. അതുപോലെ സിക്കാവും ചില ദിവസങ്ങളിലങ്ങ്. എന്നാൽ ഹല്ലേലൂയ, അവൻ 17 മാസക്കാലം ആയപ്പോ ഇവിടെ വന്നെങ്കിൽ സ്തോത്രം, അവൻ ദൈവകൃപയാല് അനുഗ്രഹിക്കപ്പെട്ട പൈതലായിട്ട് ഇപ്പം 10 വയസ്സ് അവന് കഴിഞ്ഞു. ദൈവത്തിന്റെ കൃപയാല് ആരോഗ്യത്തോടെ ബലത്തോടെ സ്കൂളിൽ കടന്നു പോകുന്ന കുഞ്ഞ്. സ്തോത്രം. അവനെ ഹല്ലേലൂയ, അവന് ഓരോ ഇഡലി അവന് ഇഷ്ടമാണ്. ഓരോ സ്തോത്രം പറഞ്ഞ് ഞാൻ അവന്റെ വായിൽ ഇഡലി വെച്ച് കൊടുക്കുക. അന്നൊക്കെ അത്രയ്ക്ക് കർത്താവ് ആ കുടുംബത്തെ പണിതെടുക്കുവാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബത്തെ ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. നമ്മെ ആക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി നിന്നാല് ദൈവം നമ്മിലൂടെ അത്ഭുതങ്ങളെ ചെയ്തെടുക്കുവാൻ ഇടയായി തീരും.
അങ്ങനെ അനേക അത്ഭുതങ്ങളുണ്ട് ജീവിതത്തിൽ, എത്ര പറഞ്ഞാലും തീരത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് ഇന്നയോളം നിർത്തി അനേകരോട് സുവിശേഷം പറയുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഇടിവിൽ നിൽക്കുവാൻ, അനേകരെ സഹായിക്കുവാൻ കർത്താവ് അടിയനെയും അടിയന്റെ കുടുംബത്തെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അനേക ഇടങ്ങൾ കടന്നുപോയി കർത്താവിന് വേണ്ടി പറയാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കോവിഡ് സമയത്ത് എന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീർന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഉള്ള ആളല്ല. എനിക്ക് വാട്സാപ്പ് ഇല്ലായിരുന്നു, എനിക്ക് ഫേസ്ബുക്ക് ഇപ്പോഴും ഇല്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാമോ ഒന്നും എനിക്കില്ല. എന്നാൽ സ്തോത്രം, എൻ്റെ നേഴ്സിംഗ് സ്റ്റുഡൻസ്, ഹല്ലേലൂയ, എൻ്റെ ബാച്ച്മേറ്റ്സ്, അവര് പറഞ്ഞു, ഞങ്ങളുടെ ബാച്ചിലെ 4 പേര് മരിച്ചുപോയി. അന്നേരം അവര് പറഞ്ഞു, നമുക്ക് ആരും അറിയുന്നില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല, എന്നാൽ ഒരു ഗ്രൂപ്പ് തുടങ്ങാമെന്ന് പറഞ്ഞ് അവരൊരു ഗ്രൂപ്പ് തുടങ്ങുവാനിടയായി തീർന്നു. അന്നേരം എന്നെ അതിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ല സോഷ്യൽ മീഡിയ കയറുന്നത്, എനിക്ക് ഇഷ്ടമല്ല. അന്നേരം ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ യേസു പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ യേസു പറഞ്ഞു. എന്നെ അതിൽ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് വിടും എന്തോ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ, പക്ഷെ എനിക്ക് വോയിസ് പറയാൻ അറിയത്തില്ല. അന്ന് 2021 കാര്യം ഞാൻ പറയുന്നത്, 2021 ആദ്യം. എന്നിട്ട് എന്റെ നാത്തൂനാണ് എന്നെ ഹല്ലേലൂയ വോയിസ് പറയാൻ പഠിപ്പിച്ചത് അറ്റ്ലീസ്റ്റ്. അങ്ങനെ ഞാൻ ഹല്ലേലൂയ ഒരു ദിവസം ഒരു കുഞ്ഞ് പറയാണ്, ഞാൻ ഈ 1 വർഷം കുമ്പസാരിച്ച് കുർബാന കൊണ്ടിട്ടില്ല, നാളെ ഞാൻ കുമ്പസാരിച്ച് കുർബാന കൊള്ളാൻ പോവുകയാണെന്ന് പറയാനിടയായി തീർന്നു. അത് കേട്ടപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നമ്മൾ യേശുവിനോടാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ടത്. അങ്ങനെ നമ്മൾ അച്ഛന്റെ മുന്നിൽ പോയ എല്ലാ പാപങ്ങളും ഏറ്റുപറയുമോ? ഇല്ലല്ലോ. നമ്മളൊരു വലിയ പാപം ചെയ്താൽ നമ്മൾ അച്ഛന്മാരോട് പറയത്തില്ലല്ലോ. യേശു ആണല്ലോ നമ്മുടെ മധ്യസ്ഥൻ എന്നുള്ള ഒരു വലിയ ഇത് വന്നിട്ട് ഞാൻ ഒരു വോയിസ് അവർക്കിടാനിടയായി തീർന്നു. ഞാൻ ഇവരോട് ഇത് പറഞ്ഞു, ഇതാണ് സത്യം. എന്നേരം എനിക്കെതിരായിട്ട് ചില വ്യക്തികൾ വന്നു. എന്നാലും സ്തോത്രം, ഞാൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഹല്ലേലൂയ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വേറെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടെ മിണ്ടാതിരുന്നാൽ നമ്മൾ അവരുടെ സൈഡ് കീറുകയാണ്, എന്നാൽ നീ ഇതിന് ആൻസർ പറയണം എന്ന് പറഞ്ഞ് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവം തന്ന ആലോചന ഒരു വോയിസ് ആയിട്ട് ഇടാൻ ഇടയായി തീർന്നു. എന്നിട്ട് അന്നാണ് ഇതിന്റെ തുടക്കം. ഞാൻ അന്നു മുതൽ 2021 ഈ മാർച്ച് അവസാനം അന്ന് തുടങ്ങി ഇന്ന് വരെയും കർത്താവിന്റെ കൃപയാല് ഈ ഓരോ ദിവസവും ഒരു വാക്യം എടുത്തിട്ട് അത് വോയിസ് ആയിട്ട് ക്ലിപ്പ് ചെയ്തിട്ട് അന്ന് തുടങ്ങിയതാണ്. എന്നാൽ ഇത് ഇപ്പൊ അനേക രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ, അനേക വ്യക്തി ജീവിതങ്ങളിലേക്ക് ചെല്ലുവാൻ ദൈവം ഒരു മുഖാന്തരം ഒരുക്കുവാൻ ഇടയായി തീർന്നു. ചില വാതിലുകൾ ദൈവം അടയ്ക്കുമ്പോൾ ശത്രു നമ്മുടെ വാതിൽ അടച്ചു കളഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി 7 വാതിൽ തുറക്കുവാൻ ഇടയായി തീരും. അങ്ങനെ സ്തോത്രം, അങ്ങനെ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് ആദ്യമൊന്നും പറയാനൊന്നും അറിയത്തില്ല, എങ്ങനെ പറയുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ദൈവം ഓരോ ദിവസവും കർത്താവ് നമ്മിലൂടെ പറഞ്ഞു തന്ന് അനേകരെ ആശ്വസിപ്പിക്കുവാനും അനേകർക്ക് ആശ്വാസമായി തീരുവാനും ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരു ദൈവദാസി എന്നോട് പറഞ്ഞു, ആനി ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ആദ്യം വന്നത്, ഞാൻ എങ്ങനെയാണ് കർത്താവെ അമേരിക്ക പോകുമോ, ട്രാൻസ്ലേറ്റ് ചെയ്യുമോ, ആരുടെ പ്രസംഗമാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് എൻ്റെ മനസ്സിനകത്ത് വന്നത്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മാംഗ്ലൂരി കൊച്ചുണ്ട്, അവർക്ക് മലയാളം അറിയത്തില്ല, അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞാണ്. അന്നേരം ഞാൻ അവളോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വചനം പറഞ്ഞു വിടുന്നുണ്ട്, നിനക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അന്നേരം അത് മലയാളത്തിലല്ലേ പറയണേ, മലയാളത്തിൽ പറയുമ്പോൾ അവൾക്ക് എവിടെ മനസ്സിലാകാനാ. അന്നേരം അന്ന് ഞാൻ പറഞ്ഞു, എന്നാലേ സാരമില്ല, ഞാൻ വീട്ടിൽ പോയിട്ടേ ഇന്ന് പറഞ്ഞ വചനം എനിക്ക് അറിയാവുന്ന രീതി ഇംഗ്ലീഷിൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ളായിരുന്നു. അന്ന് പറഞ്ഞ വചനം ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അവൾക്ക് അയച്ചു കൊടുക്കാൻ ഇടയായി തീർന്നു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് എന്നും ചെയ്തോണ്ടിരിക്കും. അന്നേരം ആ ദേവദാസി എന്നോട് പറഞ്ഞു, ആനിയോട് പറഞ്ഞില്ലായിരുന്നോ ആനി ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന്? എന്റെ ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, കർത്താവ് നമ്മോട് പറയുന്നത് എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യത്തില്ലായിരുന്നു. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെയും ഈ പറയുന്ന വചനങ്ങളെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കുറെ പേർക്ക് വിടുന്നുണ്ട് ഞാൻ. സ്തോത്രം, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അനവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. കർത്താവ് എല്ലാം പറയാനൊന്നും സമയമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നാം മാറിപ്പോകാതെ വിശ്വസ്തയോടെ നാം കർത്താവിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായി തീരും. ഒരു അനുഭവം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. സ്തോത്രം,
എൻ്റെ 2014 ഞങ്ങൾ ഈ സിഡ്നിയിൽ വന്നു. ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. ഞങ്ങൾക്ക് കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനം വാങ്ങിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, ഞാൻ 2014 ഒരു ദിവസം 5 ആഴ്ചത്തെ അവധി എടുത്തിട്ട് നാട്ടിൽ കടന്നു പോയിട്ട് ഞങ്ങൾ UP-യിലെ, ഞാനും എൻ്റെ ഇളയ ബ്രദർ പാസ്റ്ററാണ്, അവരും പാസ്റ്ററും ഭാര്യയും ഞങ്ങളോട് UP-യിൽ കടന്നുപോയി സുവിശേഷം പറയാൻ വേണ്ടി പോകാനുള്ള അതിനു വേണ്ടി ഞാൻ നാട്ടിൽ കടന്നുപോയി. തലേദിവസം ഞാൻ ചർച്ചിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞു പോയി. ഇവിടുന്ന് ഒരു തിങ്കളാഴ്ച കടന്നുപോയി. ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നാട്ടിലെത്തി എൻ്റെ പിതാവിനെയും മാതാവിനെയും കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെന്നു. പപ്പായുടെ കൂടെ ഇരുന്ന് ചോറുണ്ടു. അന്ന് രാത്രി ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂമിലൊന്നും പോയില്ല. ഞങ്ങളുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൊച്ചുണ്ട്, അവളോട് ഞാൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ ഇന്ന് കിടക്ക, എനിക്ക് കൂട്ട് വേണം, പപ്പ തന്നെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവളെ അവിടെ കിടത്തി. രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങുക. 2 കട്ടിലേ കിടന്ന് ഇങ്ങനെ ഉറങ്ങിയപ്പോൾ ഞാനൊരു ദർശനം കാണുന്നെന്ന് പറഞ്ഞാല് എനിക്ക് ഇപ്പൊ അത് എന്തുവാണെന്ന് എനിക്കറിയാം. അന്ന് രാത്രി കണ്ടപ്പോ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഞാനൊരു റോഡ് കണ്ടിട്ട് അതിലൂടെ ഒരു സാധനം വന്ന് വലത്തെ സൈഡിലോട്ട് കയറിയിട്ട് കത്തിച്ചാമ്പലാകുന്നതാണ് ഞാൻ കാണുന്നത്. ഒരു പ്രാവശ്യം ഞാൻ കണ്ടു. 2ാമത്തെ പ്രാവശ്യം സെയിം സാധനം വന്ന് ആ വലത്തെ സൈഡിൽ തന്നെ വന്നിട്ട് അത് കത്തിച്ചാമ്പലാകുന്നത് ഞാൻ ഇങ്ങനെ കാണുക. 3ാമത് ഞാൻ കാണുകയാണ്, ഞാൻ തന്നെ ആ വഴിയിലൂടെ വന്നിട്ട് ഈ റോഡിലെ ഉരുകിയ ടാറില് എൻ്റെ വലത്തെ കാലിന്റെ ഉപ്പൂറ്റി എന്നെ താഴ്ത്തിക്കളഞ്ഞ് എന്നെ കൊല്ലുവാൻ പോകുന്ന ഒരു ശക്തി. എന്നാൽ ഞാൻ അതിൽ നിന്ന് സർവ്വ ബലവും ഏറ്റെടുത്ത് ഞാൻ ചാടി അക്കരെ കടന്നു. അങ്ങേ സൈഡിൽ ഞാൻ ചാടിപ്പോയി. അന്നേരത്തിന് പെട്ടെന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അന്നേരത്തിന് ഞാൻ കണ്ണു തുറന്നപ്പം, കർത്താവേ, ഞാൻ ഇതെന്തോ കാണുന്നേ, എനിക്കറിയുന്നില്ലല്ലോ, എന്തോ കർത്താവെ കാണുന്നതെന്ന് വിചാരിച്ച് ഞാൻ കണ്ണു തുറന്നപ്പം ഈ എൻ്റെ കൂടെ അങ്ങപ്പുറത്തെ കട്ടിലേ കിടന്ന കൊച്ച്, അവള് ബാത്റൂമിൽ പോകാൻ ലൈറ്റ് ഇട്ടപ്പം ഞാൻ അവളോട് ചോദിച്ച സമയം എത്ര എന്ന് ചോദിച്ചപ്പം വെളുപ്പിന് 3 മണിയായിട്ടുള്ളൂ. അന്നേരം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, കർത്താവെ ഞാൻ ഇതെന്തോ കണ്ട്. ആ നിമിഷത്തിൽ തന്നെ ഞങ്ങളുടെ വീട്ടിലെ ബെല്ല് റിങ് ചെയ്തു, ഫോൺ ബെല്ല്. അന്നേരം ഞാൻ വിചാരിച്ചു, ഈ വെളുപ്പിനെ ആരാ വിളിക്കണേ എന്ന് വിചാരിച്ച് പപ്പായുടെ മുറിയിലാണ് ഫോൺ ഇരിക്കുന്നത്. പപ്പ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ആനിമോക്കാ ഫോണെന്ന് പറഞ്ഞപ്പോ ഞാന് പോയി ഫോൺ അറ്റൻഡ് ചെയ്യുകയും എൻ്റെ പ്രിയപ്പെട്ടവനെ ഇവിടുന്നാ വിളിച്ചേ, ഓസ്ട്രേലിയൻ വിളിച്ചിട്ട് എന്നോട് പറയാ, നമ്മുടെ വീട് കത്തിപ്പോയെന്ന്. എൻ്റെ വീട് കത്തിപ്പോയി. എന്നാൽ ഹല്ലേലൂയ, ഞാൻ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ ഒന്നും ചോദിച്ചില്ല. അച്ചാച്ചൻ അന്നേരത്തിന് പാസ്റ്ററിന്റെ കയ്യിൽ അങ്ങ് ഫോൺ കൊടുത്തു. പാസ്റ്ററാണ് പിന്നെ എന്നോട് പറഞ്ഞു, അതിന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നോ ഒന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് കാരണം എന്നാന്ന് വെച്ചാൽ ദൈവം എന്നെ അവിടുന്ന് അക്കരെ കടത്തി എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നാണ് അറിയുന്നത്, അച്ചാച്ചൻ രാവിലെ ജോലിക്ക് പോയി, കുഞ്ഞുങ്ങൾ 2 പേരും തന്നെ ഉള്ളായിരുന്നു വീട്ടില്. മോള് ആമേൻ ഹല്ലേലൂയ അയൺ ബോക്സ് എടുത്ത് കുത്തിയതാണ് ഞങ്ങളുടെ വീടിന് സ്പാർക്കായിട്ട് വീട് കത്തിപ്പോവാൻ ഇടയായി തീർന്നത്. എന്നാൽ കർത്താവിന്റെ കൃപയാല് എൻ്റെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തുറന്നു, അവര് ഡോറ് തുറന്നു, അവർ പുറത്തിറങ്ങി, അവര് വിളിക്കാൻ ഇടയായി തീർന്നു. എൻ്റെ കർത്താവിന്റെ കൃപയാൽ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും ഇന്ന് ഹാലിലോ സമാധാനത്തോടെ എൻ്റെ കൂടായിരിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. എൻ്റെ ദൈവം ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ, ആമോസ് പ്രവചനത്തിൽ പറയുന്നു, കർത്താവ് തന്റെ ദാസന്മാർക്ക് ഒരു രഹസ്യവും കാണിച്ചു കൊടുക്കാതെ അവൻ രഹസ്യത്തിലൊന്നും ചെയ്യത്തില്ല. അവൻ എന്നെ കാണിച്ചു തന്നു എന്തെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ പതറിപ്പോവാൻ ഇടയായി തീർന്നില്ല, പതറിപ്പോയില്ല, പ്രതികൂലത്തിലൂടെ കടന്നുപോയി. എന്നാൽ ആമേൻ അതിനെക്കാട്ടിലുപരിയായി ഒത്തിരി പ്രശ്നത്തിലൂടെ കടന്നുപോയി. എന്നാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിലിരുന്ന് ഞാൻ നിങ്ങളോട് ഹല്ലേലൂയ ആമേൻ സുവിശേഷം പറയുന്നത്, എൻ്റെ ദൈവം നടത്തിയ വഴികളെ പറയുന്നത് കർത്താവ് തന്ന അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിലിരുന്നുകൊണ്ടാണ്. അതിനു മുന്നേ ഞങ്ങളുടെ വീട് ഒരു പഴയ വീടായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ ആ വീട് പൊളിച്ചിട്ട് പണിയത്തില്ല. എന്നാന്ന് വെച്ചാൽ എൻ്റെ കർത്താവിനെ ദർശനം കാണിച്ചു തന്ന വീടായിരുന്നു. ഒരു ദൈവദാസി എന്നോട് പറഞ്ഞു, ഈ വീട് പൊളിച്ചിട്ട് മോളെ ഒരു നല്ല വീട് വെക്കണമെന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പല പ്രാവശ്യം പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് തന്ന വീടാ, ഞാൻ ഇതിലൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അതിന്റെ തലേ ദിവസം ഞങ്ങൾ വീടിന് പെയിന്റ് അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും എന്ന് പറയുന്നത് നമ്മെ അനുഗ്രഹിക്കാൻ ദൈവം വിചാരിച്ചാൽ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഹല്ലേലൂയ, ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട
ഭവനം ദൈവം തന്ന് ഈ ദേശത്ത് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇടയായി തീർന്നു. പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രതികൂലങ്ങളില്ലെന്നല്ല, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് അഗോചരമായ വഴികളാണ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സ്തോത്രം. നാം ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായി തീരും. സ്തോത്രം. അനേക സാക്ഷ്യമുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഇത്രത്തോളം എനിക്ക് ഹല്ലേലൂയ ആമേൻ ഈ ടെസ്റ്റിമണി പറയുവാനും ഇത് കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം സഹായിക്കുവാൻ പോകുന്നതിന് നന്ദി പറയാണ്. കർത്താവിന്റെ പ്രവർത്തികൾ അഗോചരമാണ്. അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. നിന്റെ ഏതു പ്രശ്നമായിരുന്നാലും ഏതു പ്രതികൂലമായിരുന്നാലും സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരുമില്ല. എന്നാൽ ദാവീദ് ഒരു കാര്യമാണ് പറയുന്നത്, ഞാൻ യഹോവയോട് പറയുന്നു, നിന്റെ ആലയത്തിൽ ഇരിക്കുവാൻ. സ്തോത്രം. അവനോട് പറ്റിയിരിക്കാൻ മാത്രമാണ് എനിക്ക് ആഗ്രഹം. സ്തോത്രം. അത് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാനുള്ളൂ. ഈ ലോകത്തിലേത് മുഴുവനും താൽക്കാലികമാണ്. എന്നാൽ കർത്താവിന്റെ വരവിങ്കിൽ നാം എടുക്കപ്പെടണം. അതിനുവേണ്ടി ദൈവ സന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീരും. സ്തോത്രം. ഇത്രത്തോളം എനിക്ക് പറയുവാൻ തന്ന അവസരം തന്ന ആമേൻ ജോയ്സ് സിസ്നോട്, ഹല്ലേലൂയ ജോയ്സ് ടിവിയോട് സ്തോത്രം, സിസ്നോടുള്ള എന്റെ നന്ദിയും കടപ്പാടും സ്തോത്രം ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. കർത്താവിന്റെ ദാസി അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവങ്ങളെ കുറെ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. പ്രിയ കർത്താവിന്റെ ദാസിയെ കർത്താവിനെ ആ ദേശത്ത് പിന്നെയും നിലനിർത്തട്ടെ, അനേകർക്ക് ഉപയോഗപ്രദമാക്കി തീർക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചാണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 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 വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു പറഞ്ഞിട്ട് മാറിപ്പോകാത്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പന്റെ പാതപീഠത്തിൽ കർത്താവെ കടന്നു വരുവാൻ, അടിയന്റെ ജീവിതത്തിന്റെ അനുഭവം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ഹാലിലോ ടെസ്റ്റിമണി കേൾക്കുന്ന അനേകരെ കർത്താവെ അവരുടെ ആവശ്യങ്ങളില്, അവരുടെ ഭാരങ്ങളില്, അവരുടെ പ്രയാസങ്ങളില്, അവരുടെ രോഗത്തില് കർത്താവെ, ബുദ്ധിമുട്ടുകളില് കർത്താവെ നീ അവരോട് കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, രോഗികളായി കഴിയുന്നവരെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വലിയ കരം അവിടുന്ന് നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ നാമം മാത്രം ഉയരട്ടെ കർത്താവെ. അനേകർക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. ദൈവ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുവാൻ പോകുന്ന മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ദാസിയുടെ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകരുടെ കർത്താവെ സാക്ഷ്യങ്ങളിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവെ നീ വഴികളെ, വാതിലുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പന്റെ നാമം മാത്രം മഹത്വം എടുക്കണം. വരവിനായി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. 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 ദേവദാസി കർത്താവ് സഹായിക്കട്ടെ. വലിയ ജോലി തിരക്കിന്റെ ഇടയിലും ജീവിതത്തിന്റെ അനുഭവങ്ങളെയും ദൈവം ചെയ്ത നന്മകളെയും പറയുവാന് സമയം വേർതിരിച്ചു ഞങ്ങളോടും ഒപ്പമായിരിക്കാൻ കർത്താവ് സഹായിച്ചതിന് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നന്ദി കരയേറ്റുന്നു. കർത്താവ് സിസ്റ്റിനെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രേക്ഷകരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു സിസ്റ്റർ. സ്തോത്രം. ആമേൻ.